Kargar homeopathy. Very, very thanks. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2062 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് പഞ്ചായത്ത് രാജ് ദിനമാണ്. പഞ്ചായത്ത് രാജ് ദിനത്തിൽ ഈ പ്ലാറ്റ്ഫോമിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് ചോദ്യം. അതായത് ഹോമിയോപ്പതി രംഗത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള മെജോറിറ്റി ആൾക്കാർ അനുഭവസ്ഥരാണ്. കാരണം ഒരു 40, 45, 50 വർഷം മുമ്പ് ആശുപത്രിയിൽ ഹൗസ് സർജൻസ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്തും ഇപ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മളൊക്കെ കൺമുൻപിൽ കണ്ടതാണ്. അപ്പൊ ഇതിന്റെ കാരണം പഞ്ചായത്ത് രാജാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, സമൂഹം അറിയണം, ഹോമിയോപ്പതി പ്രസ്ഥാനം അറിയണം ഇപ്പൊ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സെഷനോട് വെച്ചത്. അതിൽ പറയാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ തന്നെ നമുക്ക് ഡോക്ടർ അനിലിനെ കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ഒരു സന്തോഷം. ഇതിന്റെ എല്ലാം തന്നെ മാസ്റ്റർ മൈൻഡായിട്ട് വിശ്വസിക്കാനൊക്കാത്ത തരത്തിലുള്ള പൊട്ടൻഷ്യലോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഇതിനെ പ്രവർത്തിച്ച വിജയാനന്ദ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതാണ്. ഡോക്ടർ ഷൈല ക്ഷണിക്കും. ഡോക്ടർ ഷൈല പ്ലീസ്. ഓക്കെ, നന്ദി ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ദേശീയ പഞ്ചായത്തി രാജ് ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ സ്വാഗതം ചെയ്യുവാനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് ഉദ്ഘാടകനായി എത്തുന്നത് ശ്രീ SM വിജയാനന്ദ് IAS അവർകളാണ്. അദ്ദേഹം കേരള ചീഫ് സെക്രട്ടറിയായി വിരമിച്ച വ്യക്തിയാണ്. സേവനമനുഷ്ഠിച്ചിട്ടുള്ള മറ്റു മേഖലകൾ: സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ; അഡീഷണൽ സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്; മെമ്പർ സെക്രട്ടറി, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്; IMG ഡയറക്ടർ; ഹില ചെയർമാൻ എന്നീ നിലകളിലെല്ലാം വർത്തിക്കുകയും ഇത് അതിലെ കുറച്ച് മേഖലകളാണ്. എല്ലാം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയെ നമുക്ക് ഉദ്ഘാടകനായി ലഭിച്ചത് IFPHന്റെ ഭാഗ്യമായി കരുതുന്നു. ഏറെ സ്നേഹപൂർവവും ആദരപൂർവവും അദ്ദേഹത്തെ IFPHന് വേണ്ടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഹോമിയോപ്പതി സ്ഥാപനങ്ങളും പഞ്ചായത്തി രാജും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തുന്നത് ഡോക്ടർ അനിൽ SK, മെഡിക്കൽ ഓഫീസർ, ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി. അദ്ദേഹം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ IT നോഡൽ ഓഫീസറാണ്. കൂടാതെ അഹിംസ് നോഡൽ ഓഫീസറാണ്. ഗവേണൻസ് നോഡൽ ഓഫീസറാണ്. ഈ നിലകളിലെല്ലാം വർത്തിക്കുന്ന ഡോക്ടർ അനിൽ SKയെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹപൂർവവും ആദരപൂർവവും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പറയുവാനായി എത്തുന്നത് ശ്രീ പരീത് ബാവാഖാൻ സാറാണ്. അദ്ദേഹം കേരള റൂറൽ ഡെവലപ്മെന്റിൽ അഡീഷണൽ ഡയറക്ടറായിട്ട് വിരമിച്ച വ്യക്തിയാണ്. അദ്ദേഹം IFPHനോടൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെയും ഏറെ ആദരപൂർവവും സ്നേഹപൂർവവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ മനോജ് GS ആണ്. ഹോമിയോപ്പതിയുമായി ബന്ധമുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ സാമൂഹിക പ്രസക്തിയുള്ള ദിനങ്ങളുമെല്ലാം അനുയോജ്യരായ വ്യക്തികളെ കൊണ്ടുവന്ന് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും മോഡറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർ മനോജിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള ബഹുമാന്യരായ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ, സ്റ്റുഡൻസ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി. അപ്പോൾ അടുത്ത ഉദ്ഘാടനമാണ്. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ താണു വണങ്ങണം എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും എനിക്കാണ് സാറിന്റെ ആ ഒരു എന്താ പറയുക, വീട്ടിന്റെ പേര് സബർമതി എന്നാണ് സാറിന്റെ വീടിന്റെ പേര് തന്നെ. വളരെ ലളിത ജീവിതം നയിക്കുന്ന മഹാനായ ഒരു മനുഷ്യനാണ് നമ്മുടെ ആദരണീയനായ സാറിനെ ആദരവ് ക്ഷണിക്കും. സാർ പ്ലീസ് ഉദ്ഘാടനത്തിലേക്ക്. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി. മനോജ് വന്ന് വളരെ നിർബന്ധിച്ച് ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് ഇല്ലെങ്കിലും ഇതിൽ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചത്. നമ്മുടെ കേരളത്തിന്റെ വികേന്ദ്രീകരണത്തിന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബിഗ് ബാങ് എന്നാണ്. ഒറ്റ അടിക്ക് ഒന്നും ആലോചിക്കാതെ പഞ്ചായത്തുകൾക്ക്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് 1995 ഒക്ടോബർ 2 തുടങ്ങിയത്.
തൊണ്ണൂറ്റാറിൽ ഗവൺമെന്റ് മാറിയപ്പോൾ കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ വിഭവങ്ങൾ കൊടുത്ത് അതിനെ വലുതാക്കിയെടുത്തു. അപ്പൊ അതിനെ നമ്മള് സാങ്കേതിക ഭാഷയിൽ പറയാറുണ്ട് 5 Fs എന്നാണ്. എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലെ എഫ്, ഒരുപാട് എഫിന്റെ കാര്യമൊക്കെ പറയാം. പക്ഷെ 5 പ്രധാന എഫ് നമ്മൾ ഏതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് സ്റ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ഇതിന് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. ആദ്യം ഫങ്ഷൻസ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, ഈ ഹോസ്പിറ്റൽ ആര് മാനേജ് ചെയ്യും, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആര് മാനേജ് ചെയ്യും എന്നുള്ളത് നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ നമ്മുടെ ഒരു വലിയ വിജയം എന്ന് പറഞ്ഞപ്പോൾ ഫങ്ഷൻസ് നമ്മൾ എല്ലാവരും കൊടുക്കാറുണ്ട്. ഇന്ത്യയിൽ മിക്ക രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഫങ്ഷണറീസിനെയും കൊടുത്തു. ഫങ്ഷൻ നടപ്പാക്കണമെങ്കിൽ ഫങ്ഷണറീസ് വേണം. അവർ നടപ്പാക്കണമെങ്കിൽ ഫണ്ട്സ് കൊടുക്കണം. ഫണ്ട്സ് ഉപയോഗിക്കുന്ന ഫണ്ട്സ് ആണ്. അല്ലെങ്കിൽ മരുന്നിന്റെ ഫണ്ട് എന്ന് പറയുന്നത് മരുന്നിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഫ്ലെക്സി ഫണ്ട്സ്, ലോക്കൽ ആപ്ലിക്കേഷനെ പറ്റിയ ഫണ്ട്സ് നമ്മൾ കൊടുത്തു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം വർക്ക് വേണം. ചുമ്മാ ഫണ്ട് കൊടുത്താൽ അത് എങ്ങനെ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ഒരു ഫ്രെയിം വർക്ക്, ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന്, അതാണ് നമ്മൾ ജനകീയ ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ഫ്രെയിം വർക്ക്. ഫ്രെയിം വർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കഴിയാനിട്ട പോലെയാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള ഫ്രീഡം, അപ്പൊ ലോക്കൽ ലെവൽ ഫ്രീഡം ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് നന്നായിട്ട് അറിയാം. ഇനിയും ഫ്രീഡം വേണമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഇത്ര ഫ്രീഡം ഒരിക്കലും ഇരുന്നിട്ടില്ല. പക്ഷേ ജനകീയാസൂത്രണം തുടങ്ങിയ അന്ന് മുതൽ, ആദ്യത്തെ ക്യാബിനറ്റ് നോട്ട് മുതൽ ഞാൻ 15 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വെളിയിൽ നിന്നൊക്കെ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ സമയം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, പെട്ടെന്നാണല്ലോ തുടങ്ങിയത്, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അത് അംഗീകരിക്കാനും സഹകരിക്കാനും അത് വ്യത്യസ്ത ഒരു അനുഭവമായിരുന്നു. ഏറ്റവും കൂടുതൽ അന്ന് സഹകരിച്ചത് ആരോഗ്യ മേഖലയിൽ സഹകരിച്ചത് ഈ ആയുഷ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അലോപ്പതിക്കാർ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൽ വന്നത്. ഇപ്പം ആരും മറ്റുള്ളവരെ പോലെ ഇപ്പൊ എടുത്ത് പറയേണ്ടതുണ്ട്. ഇപ്പൊ 95-ൽ നമ്മൾ ഈ ഫേസസ് നോക്കിയാൽ 95-ല് തീരുമാനം എടുത്തു. 99-ല് ജില്ലാ തല വരെയുള്ള ആശുപത്രികളും എല്ലാം ഹെൽത്തിൽ പറയുകയാണെങ്കിൽ കൊടുത്തു. പിന്നെ 2004, അത് നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയത്തില്ല, 2004 ഈ മെയിൻ്റനൻസ് ഫണ്ട് എന്നൊരു കോൺസെപ്റ്റ് കണ്ടിരുന്നത്. അത് ഫ്ലെക്സിബിൾ ആണ്. പണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള മെയിൻ്റനൻസ് ഫണ്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കും, അതിലൊരു വ്യത്യാസവും ഇല്ല. ഇത് ഫ്ലെക്സി ആയിട്ട് കൊടുത്തത് 2004-ലാണ്. പക്ഷെ മെയിൻ്റനൻസ് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് ജനസംഖ്യയും ഏരിയയും വെച്ചിട്ടാണ്. ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടെന്നുള്ള കണക്കില്ലായിരുന്നു. അപ്പൊ 2021-ല് ഞാൻ 6ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അപ്പൊ ഞങ്ങൾ കേരളത്തിലുള്ള, നിങ്ങളും തന്നിട്ടുണ്ട്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, സ്കൂള്, അംഗൻവാടി, ആശുപത്രി, അതിൽ ആയുഷം, അലോപ്പതിയും എല്ലാവരുടെയും എടുത്ത് അതിന്റെ കണക്ക് വെച്ചിട്ട് അതിനൊരു നോം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ആശുപത്രിക്ക് കൊടുത്ത്, പക്ഷെ ഓരോ ആശുപത്രിക്ക് എത്ര ഫണ്ടൊന്നും കൊടുത്തിട്ടില്ല, അതൊരു പക്ഷെ അടുത്ത കൊടുക്കണം. അങ്ങനെ ഒരു ഫണ്ട് കൊടുത്തത് നീഡ് അനുസരിച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ പെർഫെക്ഷൻ ആയിട്ടില്ല. 28-29 വർഷമായി. പക്ഷെ ഇറ്റ്സ് ഇവോൾവിങ്. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് കേരളാസ് ഡീസെൻട്രലൈസേഷൻ. തെറ്റ് തിരുത്താനുള്ള ഒരു ഗവൺമെന്റ് ഒരു സമ്മതം, ഇത് മനസ്സിലാക്കാനും കോൺസ്റ്റന്റ് ഫീഡ്ബാക്ക് എടുക്കുന്നത്. പെട്ടെന്ന് പറയാം എന്തൊക്കെ അച്ചീവ്മെന്റ്സ്. മെഡിസിൻസ് സുഭിക്ഷമാണ്, പെർഫെക്റ്റ് ഒന്നല്ല, പണ്ടുള്ളതിനേക്കാളും ഇന്ന്. എന്റെ വൈഫ് അലോപ്പതിയിലെ മെഡിക്കൽ ഓഫീസറാണ്. എനിക്ക് നന്നായിട്ട് ഡോക്ടറുടെ കൂടെയും ഡോക്ടറുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലും ഇന്ന് മരുന്ന് കിട്ടും. കൺസ്യൂമബിൾസ്, പണ്ട് ഞാൻ തന്നെ ഹോസ്പിറ്റലില് ട്രെയിനി ആയിട്ട് പോയപ്പോൾ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ ജില്ലാ ഹോസ്പിറ്റലിൽ പറഞ്ഞു. കാരണം അവിടെ ഇല്ല, പഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ അത് ഏകദേശം മാറിക്കഴിഞ്ഞു. എക്യുപ്മെന്റ്സ് കുറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഓഫീസ് എക്സ്പെൻസ്, അതാണ് ഇല്ലാത്തത് ഗവൺമെന്റിൽ പോലും, അത് കുറെ കിട്ടുന്നുണ്ട്. മെയിൻ്റെനൻസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത് മെയിൻ്റെനൻസും കൺസ്യൂമബിൾസും ആണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പൊതുവെ നന്നായിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി പണ്ടുള്ളതിനേക്കാളും ആക്ടിവേറ്റ് ചെയ്തു. പിന്നെ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈസ് ഓഫ് വർക്കിംഗ് ഫോർ ദ ഡോക്ടർ. ഡോക്ടർക്ക് നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ ടെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. മറ്റത് അങ്ങനെ അല്ല. ഒരു ചെറിയ ടോയ്ലറ്റ് റിപ്പയർ ചെയ്താൽ അത് എഴുതി ഗവൺമെന്റിൽ ചിലപ്പോൾ DHS വരെ പോകേണ്ടത്. ഇന്ന് അങ്ങനെയല്ല. പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പഞ്ചായത്തുകളുടെ റെസ്പോൺസ് പോസിറ്റീവാണ്. ഞാനത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ജനകീയാസൂത്രണം തുടങ്ങിയ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് പ്ലാനിംഗ് ബോർഡ് മെമ്പർ സെക്രട്ടറി ആയിരുന്നു, ഒരു അസസ്മെന്റ് നടത്തി. എല്ലാ HOD-യും വിളിച്ച് സംസാരിച്ചു. അതിൽ പലരും പല പ്രശ്നങ്ങളും വരും. പക്ഷെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഗുണകരമാണ്, ഇനി കൂടുതൽ ഡീപ്പൻ ചെയ്യണം എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സിൽ
ഹോമിയോ, ആയുർവേദ, വെറ്റിനറി ഒക്കെ ഉണ്ടായിരുന്നു എടുത്തു പറയാം. പക്ഷെ ഇതില് ഒരു പ്രധാന കാര്യമാണ്, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നിങ്ങളുടെ ഡോക്ടറുടെ ഇമ്പോർട്ടൻസ് ആണ്. നല്ല ഡോക്ടർ ആണെങ്കിൽ, മീൻസ് ജനങ്ങളുമായിട്ട് കഴിവുള്ള ഡോക്ടറിനെക്കാളും ജനങ്ങൾക്ക് സമ്മതമുള്ള, ജനങ്ങളെ സേവിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ ജനങ്ങൾ കൂടുതൽ വരും. ജനങ്ങൾ കൂടുതൽ വന്നാൽ ആശുപത്രിയുടെ പ്രവർത്തനം ബെറ്റർ ആകും. അപ്പൊ ഇതൊരു നല്ലൊരു വെർച്വസ് സർക്കിളാണ്. അതിലേക്ക് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പുതിയ 5ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങും അടുത്ത വർഷം, അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങും. അപ്പൊ എന്റെ അഭിപ്രായം, ഞാനിത് വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് പറയുകയാണ്. ധനകാര്യ കമ്മീഷനിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് പഠിച്ചു. ദാറ്റ് ഈസ് ഒരു മൾട്ടി ലെവൽ പ്ലാനിങ് വേണം. ആദ്യമേ വിഭാവന ചെയ്തതാണ്, അല്ലാതെ ഒരു പഞ്ചായത്തിന്റെ പ്ലാൻ അല്ല. അത് കേരളത്തിന്റെ ഒരു ഹോമിയോപ്പതി കാഴ്ചപ്പാട്. അത് താഴോട്ട് വരണം, താഴെയുള്ളത് മുകളിലോട്ട് വീണം, അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ പ്ലാനിങ് ആണ് വിഭാവന ചെയ്യുന്നത്. അത് പറയുന്നത് വളരെ എളുപ്പമാണ്, ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട. അങ്ങനെ വരുമ്പോൾ HODക്കും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറിനൊക്കെ വലിയ റോളുണ്ട്. പിന്നെ അത് ഞങ്ങൾ ധനകാര്യ കമ്മീഷനിൽ എഴുതി കൊടുത്തു, അത് അക്സെപ്റ്റ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്താണ് ഫൈനൽ ഡിസിഷൻ വന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പ്ലാൻ. ഞങ്ങൾ പറഞ്ഞത് പഞ്ചായത്തിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ അവിടെ ഒരു ദിവസം പോകും, ഫുൾ ടൈം അവിടെ പോയി ഒരു സെഷൻ നടത്തുക, എല്ലാ സ്ഥലവും നടന്ന് കാണുക, കുറച്ച് പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, സ്റ്റാഫുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, പിന്നെ ഡോക്ടറുമായിട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ നന്നാക്കി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പ്ലാൻ, ഒരു 5 വർഷത്തേക്ക് പ്ലാൻ ഉണ്ടാക്കിയാൽ ഓരോ വർഷവും ആലോചിച്ച് ഓരോ വർഷവും വർക്കിംഗ് ഗ്രൂപ്പ് എന്നൊക്കെ കൊണ്ടുപോകേണ്ടതില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എൽഡേഴ്സിന്റെ ഇത് കൂടുമ്പോൾ പാലിയേറ്റീവ് കെയർ അല്ലെ ഹോമിയോപ്പതിക്ക് വലിയൊരു പങ്കുണ്ട്. കേരളം മീൻസ് പ്രോബ്ലി നമ്പർ 1 ഇൻ ഡെവലപ്പിംഗ് കൺട്രി. അതില് കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം അലോങ് വിത്ത് എൽഡർ കെയർ. ഇതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് അത്ര നന്നായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല ഞങ്ങൾക്ക് അറിയാം. ആ വർക്കിംഗ് ഗ്രൂപ്പിനെ പുഷ്ടിപ്പെടുത്തിയാൽ റിട്ടയർഡ് ഡോക്ടേഴ്സ്, എക്സ്പേർട്സ്, പേഷ്യൻസ്, പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൊണ്ടുവന്ന് കണക്ക് വിവരങ്ങൾ എടുത്ത്, നിങ്ങൾക്ക് പേഷ്യന്റ് ഡേറ്റ ഒക്കെ ഉണ്ട്, ഇംപ്രൂവ്മെന്റ് ഉണ്ട്, എന്തൊക്കെയാണ് ഒരു ഐഡിയൽ, എല്ലാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ്, മിനിമം സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണം, ഒപ്റ്റിമൽ സ്റ്റാൻഡേർഡ്സും സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ മിനിമം എത്ര സമയം എടുക്കും, അങ്ങനെ ഒരു ഡീറ്റെയിൽ പ്ലാനിങ് നടത്താനുള്ള വർക്കിംഗ് ഗ്രൂപ്പിന് കൊടുക്കേണ്ട സമയമാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ്, സർവീസ് ഡെലിവറി. ഇന്ന് സർവീസ് ഡെലിവറിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു അവകാശമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ സിറ്റിസൺ ചാർട്ടർ, പൗരാവകാശ രേഖ ഇന്ന് വെറുതെ എഴുതി വെക്കുകയാണ്. പക്ഷെ നമ്മുടെ ആശുപത്രിയിൽ ഒരു സ്പെസിഫിക് പൗരാവകാശ രേഖ വേണം. ഇന്ന കിട്ടും, ഉറപ്പ്, ഇന്ന സമയത്ത് കിട്ടും, ഇത്ര ക്വാളിറ്റി കിട്ടും എന്നൊരു സർവീസ് ഡെലിവറിയിലേക്ക് പോകണം. അങ്ങനെ ദിശയിലേക്ക് നീങ്ങണം എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളോട് വീണ്ടും പറയുന്നു, ഈ 96 ഈ ബിഗ് ബാങ് ഡീസെൻട്രലൈസേഷൻ ജനകീയാസൂത്രണം തുടങ്ങിയപ്പോൾ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ അവരൊരു രാഷ്ട്രീയ ഇതര സംഘടനകളെ പോലെ ഒരു പ്രൊഫഷണൽ സംഘടനയാണ്. അവരാണ് ആനിമൽ ഹസ്ബൻഡറിക്ക് വേണ്ടിയുള്ള ബേസിക് ഗ്രൗണ്ട് വർക്ക് ഒക്കെ ചെയ്തത്. അതുപോലെ ഇപ്പം വർഷം 26 ആയാലും ഹോമിയോപ്പത്സ് എല്ലാവരും കൂടെ ചേർന്ന് എന്ത് വേണം, ഇതൊരു നിങ്ങൾ ഒരാഴ്ച ചിലവഴിച്ചാൽ മതി, ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി നിങ്ങളുടെ ഡയറക്ടർക്കും DMOയ്ക്കും പ്ലാനിംഗ് ബോർഡിനും LHDക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇനോഗ്രേഷൻ കൂടെ ഉണ്ട്. നിർത്തുന്നതോടൊപ്പം ഇന്നത്തെ ഈ പ്രധാന, കാരണം പഞ്ചായത്ത് രാജ് ദിവസമാണ്, അതിന്റെ നിങ്ങളുടെ സ്പെസിഫിക് സെഷനെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചത്. വളരെ സാർ, അങ്ങയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്, ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. ഇപ്പൊ പഞ്ചായത്ത് തലത്തിൽ പോയാലും ഏറ്റവും ഭംഗിയായിട്ട് പോകുന്ന പഞ്ചായത്തിന്റെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനും റവന്യൂ ഓഫീസുകളും വളരെ മോശമായിട്ട് കിടക്കുമ്പോഴും പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ വ്യത്യാസം അറിയാം. ഇപ്പൊ കോടതികൾ നോക്കിയാൽ അറിയാം, പോലീസുകൾ നോക്കിയാൽ വളരെ ഗതിയാണ്. കാരണം സാറി പറഞ്ഞ പോലെ മെയിൻ്റനൻസ് ഗ്രാന്റ് അത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. നമുക്ക് ഡോക്ടർ അനിൽ തീർച്ചയായിട്ടും സാറിനെ ഒന്ന് കാണുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ സാർ അർബൻ ഹെൽത്ത് സ്റ്റഡി ഇപ്പൊ നടന്നില്ലേ സാർ, അതിനെ കുറിച്ചൊരു അതിന്റെ ഒരു ഇൻഫറൻസ്, അപ്പോൾ ഒരു പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം ഒരു ഏറ്റവും അവസാനം നടത്തുന്ന സ്റ്റഡിയിൽ ഒരു എന്തായാലും ഒരു ഡെവലപ്മെന്റ് അതിനകത്ത് ഉണ്ടായിട്ടില്ല. അതിനെ കുറിച്ച് 1-2 വാക്ക് പറയാൻ പറ്റുമെങ്കിൽ. ഇല്ല, അർബൻ ഹെൽത്ത് എന്നുള്ളത് കേരളം ഇതുവരെ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു, ഒരു ഡിസിപ്ലിനിലും. അത് വേണ്ടിയതുണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ട്, പ്രത്യേകിച്ച് ഗ്യാപ്സ് ഉണ്ട്. നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഒരു നോം അനുസരിച്ച് എല്ലാ പഞ്ചായത്തിലും PSC ഉണ്ട്, അങ്ങനെ ഒരു ലെവലുണ്ട്. പക്ഷെ അർബനില് അത് ഇല്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് നെസസറി ആണെന്നുള്ള റിപ്പോർട്ട് റെഡി, പ്ലാനിംഗ് ബോർഡിന്റെ
ഡിസ്കഷനിലേക്ക് റിസർച്ച് അഡ്വൈസറി കമ്മിറ്റിയിലേക്ക് വെച്ചിരിക്കുന്നു. താങ്ക്സ്. ഓക്കെ സാർ, വളരെ നന്ദി. എന്തായാലും സാറ് സ്ഥലത്തില്ല, ഈ ദൂരെ ആണ്, ബെല്ലൂരാണെങ്കിൽ അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ കാണിച്ച മനസ്സിന് വളരെ നന്ദി. അങ്ങയുടെ സഹായം ഇനിയും ഹോമിയോപ്പതിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. വളരെ നന്ദി സാർ, വളരെ നന്ദി സാർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. തുടരാൻ കഴിയുമോ തരണോ അല്ലെങ്കിൽ സാർ? ഓക്കെ സാർ, വളരെ ഉപകാരം സാർ, നന്ദി സാർ. താങ്ക് യു. ശരി. അപ്പോൾ ഇനി നമ്മുടെ മുഖ്യ പ്രഭാഷണമാണ്. പ്രഭാഷണത്തിലേക്കായിട്ട് ഡോക്ടർ അനിലിനെ ക്ഷണിക്കുകയാണ്. പ്രഭാഷണത്തിന്റെ വിഷയം പഞ്ചായത്ത് രാജും സർക്കാർ ഹോമിയോപ്പതി സ്ഥാപനങ്ങളും എന്നുള്ളതാണ്. ഡോക്ടർ അനിലിനെ ക്ഷണിക്കുന്നത്. ഡോക്ടർ അനിൽ പ്ലീസ്. താങ്ക് യു സർ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനൊരു ദിവസം ഇങ്ങനൊരു വേദി തന്നതിന് IFPHനോടുള്ള നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. കാരണം എനിക്ക് മുമ്പ് സംസാരിച്ച വിജയൻ സാറ് അക്ഷരാർത്ഥത്തിൽ ഇതിലൊരു സ്റ്റാൾവാർട്ടാണ്. കാരണം ഇതിന്റെ സപ്തനാടികളിലൂടെയും അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് എന്തൊക്കെ കേരളത്തിൽ കൈവരിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ പിറകെ പ്രവർത്തിച്ച വലിയ മനുഷ്യന്. കാരണം ഞാൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പ്ലാനിംഗ് ബോർഡുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് പല കാര്യങ്ങളിലും സാറിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അത് ഭീകരമാണ്. അപ്പം ലേറ്റസ്റ്റ് സാറ് ഒരു അർബൻ ഹെൽത്ത് കെയർ സ്റ്റഡീസ് നടത്തി അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കമ്മിറ്റിയിൽ എനിക്ക് ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരാൾ സംസാരിച്ചതിന് ശേഷം എന്നെ പോലെ ഒരാൾക്ക് ഒരു വേദി കിട്ടിയത് തന്നെ മഹാഭാഗ്യം കടന്നു. അതിന് തൊട്ട് മുമ്പ് ഇംഗ്ലീഷ് സെഷൻ കൈകാര്യം അജയൻ സാർ എന്റെ ജീവിതത്തിൽ വലിയ മെന്ററാണ്. കാരണം വളരെ സത്യസന്ധമായി ഈ ഒരു ഫീൽഡിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും എങ്ങനെയാണ് ത്രൈവ് ചെയ്യേണ്ടതെന്നും നയിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ TK അജയൻ സാർ. അപ്പോൾ അവര് പങ്കിട്ട വേദിയിൽ ഒരു ചെറിയൊരു സ്ഥാനം തന്നതിൽ വളരെ നന്ദിയുണ്ട്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഈ പറഞ്ഞ ഒരു രാത്രി സമയത്ത് എത്ര എന്താണ് കോഡിയലായിട്ട് ആ വിഷയം എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഉറങ്ങാൻ പോകുന്ന സമയത്ത് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന അജയൻ സാർ സംസാരിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള, നമുക്ക് മനസ്സിലാകുന്ന, നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ് അജയൻ സാർ സംസാരിച്ചത്. ഇപ്പൊ ഞാൻ സംസാരിക്കേണ്ടി വരുന്നത് വളരെ എന്താണ് പറയാ ഒരു മൊണോട്ടണസ് സബ്ജക്ട് ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ ആ മേഖലയിൽ എനിക്കൊരു താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ കാട് കയറി പോകുമെന്നൊരു സംശയമാണ് എനിക്കുള്ളത്. അപ്പോൾ എങ്കിലും ഞാൻ പറയാം, വിജയൻ സാർ പറഞ്ഞതുപോലെ പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം വന്നതിന് ശേഷം സാറ് വളരെ ക്രിസ്പായിട്ട് സാറ് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂ. ആ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ. സാർ വളരെ സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞു. അതിന് ഇലാബറേറ്റീവ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കാര്യം സാറ് അവസാനം പറഞ്ഞ കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് പഞ്ചായത്ത് രാജ് ആക്ട് വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ അവസാനം പറഞ്ഞു നല്ല ഡോക്ടർ ഒരു സ്ഥാപനത്തിലിരുന്ന് ഒരുപാട് പേഷ്യന്റ് നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് പബ്ലിക്കിന് മനസ്സിലാകുകയും അതൊരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി അതിന് വരികയും ചെയ്യുമ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടുന്നത് എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അതാണ് ഇതിന്റെ ഒരു കാർഡിനൽ തത്വം. അതാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കൂ എന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് സാറ് പിന്നെ ഒരു പോയിന്റ്, ഞാൻ എല്ലാ സാറിന്റെ കോട്ടയും കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഒക്കെ സാറ് പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം എന്റെ ഒരു ചെറിയൊരു സ്ലൈഡ് പ്രസന്റേഷൻ ഉണ്ട്. കാരണം വെറുതെ തന്നെ എന്നെ കണ്ടുകൊണ്ടിരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതി ഞാൻ സ്ലൈഡ് പ്രസന്റേഷൻ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, സ്ക്രീന് പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിന്നിപ്പോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. അതായത് പഞ്ചായത്ത് രാജ് നമുക്കുണ്ടാക്കിയ ഇമ്പാക്ട്. അതിന് മനോജ് സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ മനോജ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് ഇപ്പം കുറച്ചു കാലമായിട്ട്, ഇപ്പൊ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹോമിയോപ്പതിയുമായിട്ടും അതിന്റെ പ്ലാനിങ്ങുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സാഹചര്യം കിട്ടിയ വ്യക്തി എന്നുള്ളതിലേക്ക് എന്റെ മുമ്പിലുള്ള എന്നെ മുന്നേ വർക്ക് ചെയ്ത സീനിയർ ആയിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള, ഞാൻ ആരും പേര് പറയുന്നില്ല, ഡോക്ടർമാർ പറഞ്ഞ കുറച്ച് അഭിപ്രായമുണ്ട്. അവര് മരുന്ന് കൊണ്ടുപോയി പെട്ടിയുടെ പുറത്തിരുന്ന് ചികിത്സിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ സംവിധാനമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ദുർഘടമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത് തന്നെ പാടാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കെട്ടിടത്തിന്റെ ഒരു സുരക്ഷയും കെട്ടിടത്തിന്റെ സാഹചര്യങ്ങളും വളരെ ചലഞ്ചഡ് ആയിരുന്നു. അവിടെ ഇരുന്ന് മരുന്ന് പെട്ടിയുടെ പുറത്ത് വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യുകയും ഈ പറഞ്ഞ വെള്ളം പോലത്തെ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അതിലൊഴിച്ച് മരുന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 1995 പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഓരോ ഘട്ടത്തിനുമുള്ള റോള് ഡിഫൈൻ ചെയ്യുകയും അത് കേരളത്തിന്റെ റോള് വളരെ വലുതാണ്. കാരണം കേരളമാണ് ഈ പറഞ്ഞ ഒരു എടുത്തുചാട്ടം, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാത്തൊരു ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ഇതൊരു വേൾഡ് മോഡലാക്കി മാറ്റിയത് കേരളം എന്ന സംസ്ഥാനം. അത് വിജയൻ സാറിനെ പോലെ പ്രഗത്ഭമതികളായ കിലയിലെ ഒരുപാട് ആൾക്കാർ അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് അതിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആക്കിയത്. അപ്പൊ അങ്ങനെ ഇമ്പാക്ട് നമുക്ക് വിസിബിൾ ആണ്.
അപ്പൊ അത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ്, എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്താണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്റെ പരിമിതമായ അറിവിലും കാഴ്ചപ്പാടിലും കൂടെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതില് സാർ നേരത്തെ പറഞ്ഞതുപോലെ 73ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആയിട്ടാണ് ഇത് വന്നത്. 1994-95 പഞ്ചായത്ത് രാജ് എഫക്റ്റീവ്ലി നമുക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രധാന കാർഡിനൽ തത്വം ഞാൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നായിരുന്നു. അതായത് ഒരു വികേന്ദ്രീകൃത ആസൂത്രണം എന്നുള്ളതാണ്. കാരണം പണ്ട് നമ്മളിപ്പം ഡിപ്പാർട്ട്മെന്റ് കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് കേരളത്തിൽ മൊത്തമായിട്ട് കൊടുക്കുമ്പോൾ അത് എന്തിനു കൊടുക്കണം, അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ കൊടുക്കണം എന്നൊരു സെൻട്രലിൽ നിന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും ലോക്കൽ നീഡുകൾക്ക് ഉചിതമാകണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സംവിധാനമാണ് അതിനുള്ളത്. അതിലൊരു അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? ജനങ്ങൾക്കാണ്. അപ്പൊ ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് മുമ്പ് കാലത്തൊരു ധാരണയ്ക്ക് ഇല്ലായിരുന്നു. പലപ്പോഴും ഒരു ബ്യൂറോക്രസി, അധികാര ഒരു വർഗത്തിന്റെ ഒരു തീരുമാനങ്ങൾ പലപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന ലെവലിലേക്കായിരുന്നു പലപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. അത് ജനങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ ആരാണോ ഗുണഭോക്താവ് അവരുടെ ആവശ്യകത അറിഞ്ഞാണോ ചെയ്യുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നതും അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ വരുന്നതും എന്നുള്ളതാണ്. അവിടെ തന്നെ ലോക്കൽ റിസോഴ്സ് മൊബിലൈസേഷൻ. അപ്പൊ പലപ്പോഴും ആ പഞ്ചായത്തുകൾ ഉണ്ടാകുന്ന പല വിഭവ സ്രോതസ്സുകളുണ്ട്. അത് ഉപയോഗിച്ച് പഞ്ചായത്തിന്റെ വികസനം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പഞ്ചായത്ത് രാജ് ടോട്ടലി കൊണ്ടുവന്നത്. ഞാൻ ഒരുപാട് തിയറി പറയുന്നില്ല, കാരണം അതിനുള്ള സമയമല്ല ഇന്നലെ പക്ഷെ കുറച്ച് നമ്മൾ അറിയണം ഹെൽത്ത് സെക്ടറിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഹെൽത്ത് സെക്ടറിൽ ഈ പറഞ്ഞ അത് വിജയൻ സാർ തന്നെ അത് പറഞ്ഞു. കാരണം മരുന്നിന്റെ ലഭ്യത പഞ്ചായത്ത് രാജ് ഉറപ്പുവരുത്തിയ ഒരു സംവിധാനം, പഞ്ചായത്ത് രാജ് ആക്ട് അധികാര വികേന്ദ്രീകരണം കാരണം മെയിൻ്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നമുക്ക് വന്നപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടായി. കുറെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് സ്വന്തമായി കെട്ടിടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മെഡിസിൻ ലഭ്യത വളരെയധികം ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ വരുന്ന കാര്യം എന്താണ്? ഒരു ഗുണമെന്ന് വെച്ചാൽ നേരത്തെ സാർ പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഫോർ എ ഡോക്ടർ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സമാധാനം, പെട്ടിപ്പുറത്തിരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും ഒരു നല്ല കസേരയിലും ഒരു നല്ലൊരു സംവിധാനത്തിൽ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വളരെ വ്യത്യാസം, പബ്ലിക്കിനോട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും ഡിഫറെന്റ് ആണ്. ആ ഒരു സാധനം സ്ട്രെങ്തൻ പ്രൈമറി ഹെൽത്ത് കെയറിനെ ഡെഫിനറ്റ്ലി സഹായിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് പ്ലാനിങ് നമുക്കത് എങ്ങനെ മനസ്സിലാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഒരു പ്രത്യേക ഒരു അസുഖം ഒരു പ്രദേശത്ത്, ഇപ്പൊ ഡെങ്കി പനി എന്ന് തന്നെ എടുക്കാം. ഇപ്പൊ ഡെങ്കി പനി നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഹോമിയോപ്പതി പ്രിവെന്റീവ് കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു കാലത്താണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫണ്ട് വന്നേ ചെയ്യാൻ പറ്റും. ഇന്ന് അങ്ങനെയല്ല, ഇന്റർവെൻഷൻ ലോക്കലി നടക്കും. കാരണം അവിടെയുള്ള വിഷയങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പഞ്ചായത്ത് ഫണ്ട് നമുക്ക് ചോദിച്ചാൽ അവിടുന്ന് തന്നെ കിട്ടും. ഡെഫിനറ്റ്ലി അത് ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ആണ്. നമുക്ക് പഞ്ചായത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതികൾ വളരെയധികം ഊർജിതമായി നമുക്ക് നടക്കുന്നുണ്ട്. ലോക്കൽ അക്കൗണ്ടബിലിറ്റി സാർ അതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. കാരണം ഒരു നല്ല ഡോക്ടർ വൃത്തിയായിട്ട്, നല്ല ഡോക്ടർ എന്ന് പറയുന്നത് വേറെ രീതിയിലല്ല, നല്ല രീതിയിൽ പേഷ്യന്റിനെ നോക്കുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം അവിടെ കൊടുക്കുന്ന ഇമ്പാക്ട് അത് ജനങ്ങൾക്ക് വിലയിരുത്താനും, ഇപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലെ പഞ്ചായത്തിന് ഡയറക്ട് മോണിറ്ററിംഗിൽ നമ്മൾ പോയി പങ്കെടുക്കേണ്ട പല മീറ്റിംഗിലുണ്ട്. അവിടെ നമ്മൾ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ ഡോക്ടറിന് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ധാരണ വേണം, ചെയ്യുന്ന ജോലിയിൽ ഒരു സിൻസിയറിറ്റി ഉണ്ടാവണം. ആ സിൻസിയറിറ്റി റിഫ്ലക്ട് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും ആ ഒരു പറയുന്ന കാര്യങ്ങൾ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. സോ ദർ ഇസ് ആൻ അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ആൾസോ. മറ്റത് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് DMOട് മാത്രം സംസാരിച്ചാൽ മതി. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് ലോക്കൽ പഞ്ചായത്തിൽ ഒരു വാർഡ് മെമ്പറിന്റെ ഉൾപ്പെടെയുള്ളവരടുത്ത് കൺവിൻസിങ് ആയിട്ട് പെരുമാറുന്ന രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത് സിസ്റ്റത്തിന്റെ സർവീസ് ക്വാളിറ്റിയെ കൂട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ലോക്കൽ ഇന്നോവേഷൻസ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രാദേശികമായി എന്നുള്ള സാധനങ്ങളെ കുറിച്ച് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഈ പഞ്ചായത്ത് രാജ് ആക്ട് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത അതുകൊണ്ട് നമുക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. അതിന്റെ ഇമ്പാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ്, എങ്ങനെയാണ് നമുക്ക് ഉണ്ടായത്. കാരണം പലപ്പോഴും നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളൊരു ക്യാൻസർ പദ്ധതി എടുക്കുകയാണ്. ഒരു ക്യാൻസർ പദ്ധതി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗുണഭോക്താക്കൾ എത്ര പേരുണ്ട്, അത് ഓരോ എവിടെയാണ്, അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം നമ്മൾ റെയർ ഡിസോർഡറിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ പദ്ധതി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ എൻഡ് ബെനിഫിഷ്യറി അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഉപകാരമുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് പഞ്ചായത്ത് രാജ് ആക്ട് വരുമ്പോഴാണ് ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ മാത്രമല്ല, ഞാനിപ്പോ ഹെൽത്ത് സെക്ടർ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസിനകത്ത് ഞാൻ വളരെ ഒരു മാതൃക ഞാൻ പറയാം. എന്നെ സ്വാധീനിച്ചു നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് എന്റെ കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ഭരണസമിതി, ഇപ്പം കഴിഞ്ഞല്ല, തൊട്ടുമുമ്പത്തെ ഭരണസമിതിയുടെ ആസൂത്രണ സമിതി അംഗം കൂടെ ആയിരുന്നു ഞാൻ. അപ്പം ഒരുപാട് ഒട്ടനവധി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അവാർഡ് 3-4 തവണ തുടർച്ചയായി കരസ്ഥമാക്കിയ പഞ്ചായത്താണ്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ അത് മാത്രമല്ല വേറെ കുറെ അവാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അവാർഡ് കിട്ടുന്ന തുക മൊത്തം നമ്മുടെ ആയുഷ് കോൺക്ലേവില് ഹോമിയോപ്പതിക്ക് കിട്ടിയ പ്രൊജക്ട് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ജ്യോതികമയ ബാലിയായിരുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന പ്രൊജക്ടിന്റെ ഫണ്ടുകൾ
അവർ ശേഖരിച്ചു വെക്കുക, ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ്, അതിന്റെ പലിശ എടുത്തിട്ട് അഭയ എന്നുള്ള പദ്ധതിയിൽ ക്യാൻസർ ബാധിത പേഷ്യന്റുകൾക്ക് മാസം 1000 രൂപ, ശേഷം 3-4 കോടി രൂപ അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് ക്യാൻസർ ബാധിത പേഷ്യന്റിന് 1000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം വന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ 5 കോടി കിട്ടിയത് അല്ലെങ്കിൽ 4 കോടി കിട്ടിയത്? അത് ഈ പറഞ്ഞ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട്, പ്ലാൻ ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാന്റ് കൃത്യമായി ഘടക സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് ടാർഗറ്റഡ് ആയിട്ട് കിട്ടിയ ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആ പൈസ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പൈസ കിട്ടണമെന്നില്ല. അപ്പൊ ഒരിടത്തൊന്നും ഇല്ലാതെ ഔട്ട് ഓഫ് നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് എ ബ്ലൂ പെട്ടെന്ന് എവിടുന്നോ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് 5 കോടി രൂപ ഉണ്ടാക്കിയ എഫക്റ്റും അത് ബെനിഫിഷ്യറീസിന് എത്താനും സഹായിച്ച ഒരു ഇന്നോവേറ്റീവ് പദ്ധതികൾ നടപ്പിലാക്കുന്ന പഞ്ചായത്ത്. ഇപ്പൊ എനിക്ക് അറിയാവുന്ന പഞ്ചായത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. കാരണം അവര് അങ്ങനെ ഒരു ഇപ്പം തുടർന്നു പോരുന്നുണ്ട്. അങ്ങനെ ഒരു 1000 രൂപ വെച്ച് തുടങ്ങുന്ന ഒരു പദ്ധതി. അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യന്റ് ഒരു മരുന്ന് വാങ്ങിക്കാനെങ്കിലും തികയുമല്ലോ. ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഒരു 1000 രൂപ കിട്ടുന്ന ഒരു സംവിധാനം. കാരണം അതും സാധാരണഗതിയിൽ അവർ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. സാമ്പത്തിക സ്രോതസ്സുകൾ, അവരുടെ സാമ്പത്തിക നിലവാരം, സാമൂഹിക ചുറ്റടപാടൊക്കെ നോക്കിയാണ് ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുന്നത്. സപ്പോസ് ഒരു വർഷം 80 പേർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ 80 പേർക്ക്, അത് പലിശ റേറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ 85 പേർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കമ്മിറ്റിയെ വെച്ച് വ്യക്തമായിട്ടാണ്, സുതാര്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഇതുകൊണ്ടുണ്ടായത് എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു പോയതാണ്. പിന്നെ നമുക്ക് എന്താണ് ഹോമിയോപ്പതി രംഗത്ത് എന്താണ് സംഭവിച്ചത്? സാർ നേരത്തെ പറഞ്ഞതുപോലെ ആയുഷ് സിസ്റ്റം വളരെ എന്താണ് 2 കൈകൾ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് ആക്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. പെട്ടിപ്പുറത്തിരിക്കുന്നവന് കസേര കിട്ടിയാൽ കസേരയെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ അത് തീർച്ചയായും അത് സ്വീകരിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫണ്ട് അലോക്കേഷൻസ്, ഓക്കെ, ഒരു ഭാഗത്ത് ഡിപ്പാർട്ട്മെന്റ് അലോക്കേഷൻ നമുക്കുണ്ട്, മെയിൻ്റനൻസ് ഗ്രാന്റ് സപ്പോർട്ട് നമുക്കുണ്ട്, അതുവഴി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളും മരുന്ന് വാങ്ങിക്കാനുള്ളതും നമുക്ക് സാധിക്കാൻ പറ്റി. പിന്നെ ഓരോ പഞ്ചായത്തിനനുസരിച്ച് കൊച്ചു പ്രോജക്റ്റുകൾ, നമ്മൾ ലോക്കൽ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി. ഇപ്പൊ വണ്ടൂര് ചെയ്ത ഒരു കൊച്ചു പദ്ധതിയാണ് ലോകത്തിന് മാതൃകയാകുന്ന ഒരു ക്യാൻസർ കെയർ ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയത്. അപ്പൊ അത് അവിടുത്തെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തൊരു പദ്ധതിയാണ്. അതുപോലെ ഓരോ പഞ്ചായത്തിലും ചെയ്യുന്ന ചില കറക്റ്റുമായിട്ട് ചെയ്യുന്ന പദ്ധതികൾ നമ്മുടെ ജില്ലയ്ക്ക്, അത് കഴിഞ്ഞ് സംസ്ഥാനത്തിന്, അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ മാതൃകയാകുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു IT നോഡൽ ഓഫീസറാണ്, ഞാൻ പറയുകയാണ്, നമുക്കിന്ന് എങ്ങനെയാണ് AHIMS 94% സ്ഥാപനങ്ങളിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് അലോപ്പതിയിലോ ആയുർവേദത്തിലോ അങ്ങനെയില്ല. എങ്ങനെയാണ് നമുക്ക് 94% സ്ഥാപനങ്ങളിൽ നമുക്കിത് നടപ്പിലാക്കാൻ പറ്റിയത്? അതിന്റെ കാരണം സിമ്പിൾ ആണ്. കാരണം അടിസ്ഥാന സൗകര്യങ്ങളായ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ പഞ്ചായത്തുകൾ പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. കണക്ക് നോക്കിയാൽ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ഇതിനകത്ത് കുറവാണ്. കൂടുതലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് തന്നെയാണ്, ലോക്കൽ പഞ്ചായത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുകയും അതിന്റെ ഒരു ഒറ്റയടിക്ക് തന്നെ 1-2 വർഷം കൊണ്ട് 94% സ്ഥാപനങ്ങളിലേക്ക് നമുക്കൊരു ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രൊജക്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഈ പറഞ്ഞ അധികാര വികേന്ദ്രന്റെ ഭാഗമായി കിട്ടിയ ഫണ്ട് അലോക്കേഷൻ വഴി നമ്മൾ സാധിച്ചെടുത്തതാണ്. സോ ഇത് നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. ഇനി ഇമ്പാക്ട് കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞ കാര്യം, മെഡിസിൻ സപ്പോർട്ട് ഉണ്ട്. കൃത്യമായിട്ട് നമുക്ക് മെഡിസിൻ ഉറപ്പിക്കാൻ പറ്റും. എക്യുപ്മെന്റ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഔട്ട്റീച്ച് പ്രോഗ്രാംസ് നമുക്ക് നടത്താൻ പറ്റും. മൊബൈൽ ക്ലിനിക്ക് പലപ്പോഴും മൊബൈൽ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ട് ഒരു കാലത്ത് എന്താണ് ക്യാമ്പ് നടത്താനായിട്ട് മെഡിസിൻ സ്വന്തം തോളി ചുമന്ന് കൊണ്ടുപോയി സ്ഥലത്തെത്തി ക്യാമ്പ് നടത്തിയ വളരെ പ്രമുഖനായ ഒരു ഡോക്ടറുണ്ട്. ആക്ച്വലി രവീന്ദ്ര സാർ പറഞ്ഞ ഒരു കാര്യമാണ് ഞാനത്. കാരണം അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തവരിൽ നിന്ന് ഇന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ കാറിലാണ് നമ്മൾ പോയിട്ട്, നമുക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, പലർക്കും കാറിൽ പോയിട്ടാണ് നമ്മൾ ആദിവാസി ജീപ്പിലോട്ട് പോയിട്ട് ആദിവാസി ഊരി പോകുന്ന ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി ഉണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ പോയിട്ടാണ് ഇൻഅക്സസിബിൾ ഏരിയയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. സോ അങ്ങനെ ഒരു മൾട്ടി ഡൈവേഴ്സ് ആയിട്ടുള്ള സർവീസസ് കൊടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കി എന്നുള്ളതാണ്. പിന്നെ നേരത്തെ സാർ നമ്മുടെ പ്രധാന ടാർഗറ്റ് ഗ്രൂപ്പുകളായ ഒരു വയോജനങ്ങൾക്ക്, അതല്ലെങ്കിൽ NCD പ്രോജക്റ്റുകൾക്ക് നമ്മുടെ റോൾ ചെയ്യാൻ പറ്റും. സീതാലയം പോലെ, സഹജ പോലെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ദിൻഷാമുരളി ഡോക്ടർ വളരെ കാര്യക്ഷമമായിട്ട് നമ്മുടെ വർക്കലയ്ക്ക് അടുത്തുള്ള പഞ്ചായത്തിൽ ചെയ്ത പദ്ധതി സഹജ എന്നൊരു പദ്ധതിയുണ്ട്. അതൊരു വുമൻസ് ജെൻഡർ ബേസ്ഡ് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നോവേറ്റീവ് ലോക്കൽ പ്രോജക്ട്സ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു കണക്കാണ്, വലിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും കാണിച്ച് ആരെയും എന്താണ് ബുദ്ധിമുട്ടിക്ക് ബോറടിപ്പിക്കുന്നില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുന്നിന്റെ ലഭ്യത നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ വർഷവും നമുക്ക് മരുന്നിന്റെ അളവിൽ, നമുക്ക് കിട്ടുന്ന ഫണ്ട് അളവിൽ വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം അപ്പം ഔഷധത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമല്ല. തിരുവനന്തപുരം ജില്ലയിലെ മാത്രം കണക്കാണിത്. കാരണം എനിക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയുടെ മാത്രം കണക്കാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു അപകടം കൂടിയുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിജയൻ സാർ പ്രസന്റ് ചെയ്ത പ്ലാനിംഗ് ബോർഡിന് പ്രസന്റ് ചെയ്ത കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് ഞാനത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം.
മരുന്ന് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് നല്ല കാര്യങ്ങൾ കേട്ടു പോകാം, അത് കഴിയുമ്പോൾ. അപ്പോൾ എന്താണ് പഞ്ചായത്ത് രാജ് ആക്ട് വിഭാവനം ചെയ്യുന്നത്? പഞ്ചായത്ത് രാജ് ആക്ടില് ഹെൽത്ത് സെക്ടറിന്റെ ഒരു ബേസിക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ OPയിൽ ചികിത്സിക്കുകയല്ല, OPയിൽ വരാതെ ജനങ്ങളെ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. അപ്പം ജനങ്ങൾ ഹെൽത്തി ആക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു പഞ്ചായത്ത് അവിടുത്തെ വാട്ടർ ആൻഡ് സാനിറ്റേഷന്റെ രംഗത്ത് മെച്ചപ്പെടുത്തണം, വേസ്റ്റ് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യണം, വെക്ടർ കൺട്രോൾ ഇംപ്രൂവ് ചെയ്യണം, ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ആൾക്കാർ ഹെൽത്തി ആയി പോകുന്നത്. അങ്ങനെയാണെങ്കിലാണ് അത് പ്രിവെന്റ് ചെയ്യുന്നത്. അവിടെയാണ് ഇതൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ ഡോക്ടർ സാമുവൽ ഹനുമാൻ പറഞ്ഞത്, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രിസർവർ ഓഫ് ഹെൽത്ത് ആയിരിക്കണം. എന്തൊക്കെ സാധനങ്ങളാണ് സമൂഹത്തിൽ ആരോഗ്യത്തെ ഡീഅറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതറിഞ്ഞ് അത് നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ പഞ്ചായത്ത് രാജ് ആക്ട് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് പെരുമാറാനും ഉത്തരവാദിത്തമുള്ള ഏറ്റവും എഴുതി പ്രമാണീകരിച്ചവരാരാണെന്ന് ചോദിച്ചാൽ അത് ഹോമിയോപ്പതിക്കാരെന്ന് പറയും. കാരണം നമ്മുടെ മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ജോലി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ടാപ്പ് ചെയ്യേണ്ട ഒരുപാട് മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തെയും എന്താണ് നമ്മുടെ റിലവൻസ്. നമ്മളൊരു OPയിൽ ഇരുന്ന് മരുന്ന് കൊടുത്ത് കുറച്ചു പേരെ ചികിത്സിക്കുക എന്നതിലുപരിയായിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് കമ്മ്യൂണിറ്റി ലെവലിൽ പെരുമാറി OPയിൽ വരാതെ തന്നെ സമൂഹത്തിന്റെ ഹെൽത്ത് എങ്ങനെ കൂട്ടാമെന്നുള്ള രീതിയിലുള്ള ആലോചനകളും പ്രൊജക്റ്റുകളാണ് നമുക്ക് വേണ്ടത്. ക്രിട്ടിക്കൽ ഗ്യാപ്പ്, അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് പഞ്ചായത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത്, അതും വിജയൻ സാർ പറഞ്ഞു. ഞാൻ ഈ സ്ലൈഡ് ഞാൻ തയ്യാറാക്കുന്നതിന് മുന്നേ സാറ് കണ്ടിട്ടില്ല ഈ സ്ലൈഡ് ഞാൻ തയ്യാറാക്കിയത്. പക്ഷെ സാറ് പറഞ്ഞൊരു സാധനം അതാണ് പറഞ്ഞത്, ഒരു നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കൂ. എന്തുകൊണ്ടാണ്? പഞ്ചായത്തിന്റെ മീറ്റിങ്ങിന് പോകണം, നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിന് പോകണം. ആദ്യം വർക്കിംഗ് ഗ്രൂപ്പിന് പോയി നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ അവർക്ക് തോന്നണമെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റിയിൽ ഒരു കാര്യം ഉണ്ടാവണം. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാറിൽ വരണം അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾക്ക് ആ ഡോക്ടറിനുള്ള വിശ്വാസം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് പഞ്ചായത്തിലെ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയ പ്രസിഡന്റ് ആവട്ടെ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആകട്ടെ, ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കും. അപ്പൊ അവിടെ ഓരോ സർക്കാർ ഡോക്ടർമാരും നിക്ഷിപ്തം. ഞാൻ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ഡോക്ടർമാരെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഡോക്ടർമാരാണ് ആക്ച്വലി ബൈ വിർച്യൂ ഓഫ് ദിയർ റോൾ അവരെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റിയാണ് ഈ കമ്മിറ്റികളിൽ അവതരിപ്പിക്കുന്ന തീരുമാനങ്ങളുടെ വെയിറ്റേജ് നിർണ്ണയിക്കുന്നത്. സോ ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സർവീസ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ലിമിറ്റഡ് എൻഗേജ്മെന്റ്, നമ്മളൊരു പഞ്ചായത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്ന സർക്കാർ ഡോക്ടർമാരുടെ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. കാരണം നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ആയുർവേദം സംസാരിക്കട്ടെ, അലോപ്പതി സംസാരിക്കട്ടെ, അത് അവരുടെ കാര്യമല്ലേ. നമ്മൾ അന്ന് പോയിട്ട് ചോറ് കൊണ്ടിട്ട് വന്നാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രസക്തി കുറയുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ റോൾ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ പ്രിപ്പയർ ആയി തന്നെ ഈ മീറ്റിങ്ങുകളിൽ പോകണം എന്നുള്ളതാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പോകുന്നത്, നമ്മുടെ പ്രപ്പോസൽസ് അതിനകത്ത് വരുത്തി എന്ന് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ഡേറ്റാബേസ് വേണം. നമ്മൾ പറയുന്ന നേരത്തെ പറയാം, ക്രെഡിബിലിറ്റിയാണ് ഏറ്റവും വേണ്ടത്. ക്രെഡിബിലിറ്റി എങ്ങനെ ഉണ്ടാകുന്നു? പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, പഞ്ചായത്ത് കമ്മിറ്റിക്കാർ വരുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും, ഇന്ന ഡോക്ടർ നല്ല ഡോക്ടർ, നല്ലോണം ജനങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്, അദ്ദേഹം പറയുന്നതിൽ കോർ കമ്പീറ്റൻസി ഉണ്ട്, കാര്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഓരോ കമ്മിറ്റികളിലും നമ്മുടെ പ്രസൻസ്, ക്രെഡിബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രസൻസ് ഉറപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്നത്. പിന്നെയുള്ള പ്രശ്നം സാങ്കേതികമാണ്. അതായത് സ്ട്രക്ചേർഡ് പ്രൊപ്പോസൽസ് എങ്ങനെ കൊടുക്കാൻ പറ്റണം എന്ന് അറിഞ്ഞൂടാത്ത ഒരവസ്ഥ ഉണ്ടാകാം. പിന്നെ ഇതെങ്ങനെ കോസ്റ്റ് ചെയ്യണം, ഇതിന്റെ ബഡ്ജറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സ്, അച്ചീവബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ നമുക്ക് ഔട്ട്കം ലിങ്ക്ഡ് പ്രൊജക്ട്സ് ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സംഗതിക്കാണ് DMO അവർ വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മളെ പല DMOമാരും നമുക്ക് അത് കാര്യക്ഷമമായിട്ട് പറയും, ഇന്ന പ്രൊജക്ട് ചിലപ്പോൾ നടപ്പിലാക്കാൻ എങ്ങനെയാണ്, അത് നടപ്പിലാക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നതിന് ഒരു നല്ല കാര്യമാണ്. കാരണം ഇപ്പൊ എനിക്ക് തോന്നുകയാണ്, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ന്യൂറോ മസ്കുലർ ഡിസീസ് പ്രൊജക്ട് തുടങ്ങാം എന്റെ പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ DMO ചോദിക്കാൻ, നിന്റെ പഞ്ചായത്തിൽ അത്രയും ആൾക്കാരുണ്ടോ, അതിന് അവിടെ ആവശ്യമുണ്ടോ, അതോ അവിടെ അനീമിയയുടെ പ്രോഗ്രാം ആണോ ആവശ്യം എന്ന് ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് ഒരു വെറ്റിംഗ് മെക്കാനിസം കൂടെ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് വരുമ്പോഴാണ്, നമ്മുടെ ഹയർ അതോറിറ്റീസോട് ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഈ പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് എത്തുമോ എന്നുള്ളത് ഒരു കാരണം. എപ്പോഴും DMOമാർ എത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അപ്പൊ ഒരു ജൂനിയർ ഡോക്ടർ ചെയ്യുന്ന സാധനം റിലവന്റ് ആണോ എന്ന് പരിശോധിച്ച് അവർ വെറ്റ് ചെയ്ത് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുന്നത് വഴി അതിന്റെ എഫിക്കസി കൂടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനി ലിമിറ്റഡ് യൂസ് ഓഫ് ഡേറ്റ ആൻഡ് ഡിജിറ്റൽ എവിഡൻസസ്. അപ്പം ഇതിനു മുമ്പ്, കുറച്ചു കാലം മുമ്പ് നമ്മളൊരു കണക്ക് പറയുമ്പോൾ ഈ കണക്ക് ഉള്ളതാണോ ഇവൻ തള്ളുന്നതാണോ എന്നൊരു സംശയം ഉണ്ടാവും. കാരണം ആക്ച്വലി ഞാനൊരു സ്വകാര്യമായ ഒരു കാര്യം പറയാം. സ്വകാര്യം എന്ന് വെച്ചാൽ കുറച്ച് സീക്രട്ടായ ഒരു കാര്യമുണ്ട്. ഒരു പ്ലാനിംഗ് ബോർഡ് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു സാറ് ആ മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ പറഞ്ഞു,
ഇപ്പം എന്നെ വല്ലാതെ ഹർട്ട് ചെയ്തത് എന്നെ ഇങ്ങനൊരു പദ്ധതിയിലേക്ക് ചെയ്യണമെന്ന് പ്രേരിപ്പിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം ഒരു വളരെ റെപ്യൂട്ടഡ് വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പേഷ്യന്റ് വരുന്നുണ്ട് വർഷം ഹോമിയോയിലൊക്കെ? അപ്പം അന്നത്തെ ഡയറക്ടർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോടി 2 കോടി പേഷ്യന്റ് ഒക്കെ 3 കോടി പേഷ്യന്റ് ഒക്കെ വരും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അതെനിക്കറിയാം, പഴയ കുറെ അമ്മൂമ്മമാര് 5-6 ചീട്ടൊക്കെ കൊണ്ടുവന്നിട്ട് അതെല്ലാം കൂടെ എഴുതി കൂട്ടി അങ്ങ് കയറ്റുന്നതല്ലേ, അല്ലാതെ പിന്നെ ചികിത്സയ്ക്ക് വരുന്നതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചങ്ങ് കളഞ്ഞു. അപ്പോ അതെനിക്ക് വല്ലാതെ ഒന്ന് ഫീൽ ചെയ്തായിരുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന വോളിയൂം ഓഫ് സർവീസസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റണം. ബേസിക്കലി ഞാനിപ്പോ ഹോമിയോപ്പതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഉൾപ്പളവ് ഉണ്ടാകാതിരിക്കാം. ഞാനിപ്പോ പറയാണ് സൗവാറിപ്പ എന്ന ട്രീറ്റ്മെന്റ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യാൻ വളരെ നല്ലതാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ കണ്ണും തള്ളിയിരിക്കും. കാരണം വെച്ചാൽ എന്തുവാണ് ഈ സൗവാറിപ്പ? നിങ്ങൾക്ക് ആർക്കും വികാരം ഉണ്ടാവില്ല. ഇതേ വികാരം തള്ളിച്ച ഇല്ലായ്മയാണ് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് ഹോമിയോപ്പതിയെ കുറിച്ച് കേൾക്കുമ്പോൾ. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ കൃത്യമായ ഡേറ്റ അനുസരിച്ച് പ്രസന്റ് ചെയ്താലേ പറ്റൂ. അപ്പൊ സൗവാറിപ്പക്കാരന് അത് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. സൗവാറിപ്പ എന്ന് പറഞ്ഞാൽ ആയുഷ് മന്ത്രാലയം ഏറ്റവും അവസാനമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത ടിബറ്റൻ ചികിത്സാ രീതിയാണ് സൗവാറിപ്പ എന്ന് പറയുന്നത്. മന്ത്രാലയം അംഗീകരിച്ച ഒരു ചികിത്സാ പദ്ധതി. ഇങ്ങനെ പറയുമ്പോൾ വെച്ചാൽ സിദ്ധ യുനാനി നമ്മൾ കേട്ടിട്ടുണ്ട്. ചെറുതായിട്ടെങ്കിലും രോമാഞ്ചത്തിന്റെ ഒരു പകുതി അരഭാഗമെങ്കിലും എത്തും. മറ്റേ സൗവാറിപ്പ ആർക്കും ഒരു തണുത്ത് ചത്തിരിക്കും. കാരണം ഇതേ സാധനമാണ് ഞാൻ പറയുന്ന ഒരു ഹോമിയെ കുറിച്ച് വേറൊരാൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഡേറ്റയുടെ പ്രിസിഷൻ വരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഡേറ്റ ഉണ്ട്. ഡേറ്റ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ സ്ക്രീൻ ഞാനൊന്ന് മാറ്റി കാണിക്കാം. സ്ക്രീൻ വരുന്ന ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. വരട്ടെ, പ്രധാനപ്പെട്ട കാണാമോ തോന്നുന്നു സ്ക്രീൻ? കാണാം. അപ്പൊ ഇത് നമ്മളൊരു ഡാഷ്ബോർഡാണ്. ഈ കണക്ക് ഉണ്ടാകുന്നത് ഫീൽഡിൽ നിന്ന് വരുന്ന കണക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ്. കാരണം ഇന്നിപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം 5 ലക്ഷത്തി ഈ വർഷം ഇതുവരെ 5,50,000 പേരാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത്. അതായത് ഫ്രം 2 മാസം 1 മാസം. ഇപ്പൊ ഈ ഏപ്രിൽ 1-ാം തീയതി തൊട്ടുള്ള കണക്കാണ് ഈ പറയുന്നത്. ഏപ്രിൽ 1-ാം തീയതി തൊട്ട് ഇന്ന് വരെയുള്ള കണക്കാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. അപ്പൊ ഇതൊരു അനിശ്ചിതമായ ഒരു കണക്കാണ്. കാരണം നമുക്കിത് തർക്കിക്കാൻ പറ്റൂല. ഇത് എന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഉണ്ടാകുന്ന ഡിജിറ്റലി വരുന്ന സാധനങ്ങൾ ഞാൻ 94% സ്ഥാപനം ഇവിടെ ഇയർ മാറ്റി കൊടുത്താൽ ഓരോ സ്റ്റേറ്റ് വൈസ് ആണോ? ഫിനാൻഷ്യൽ ഇയർ വൈസ് ആണ് മാഡം. സ്റ്റേറ്റ് വൈസ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ എന്ന് ചോദിക്കും. സ്റ്റേറ്റ് വൈസ് ആണ്. ഇത് സ്റ്റേറ്റ് വൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് താഴെയുണ്ട്, കുറച്ചുകൂടെ താഴെ ഇതേണ്ടേ ഇങ്ങനെ ഉണ്ട്. ടോട്ടലി കാണിച്ച് ഈ എമൗണ്ട് ടോട്ടലാണ്. ഇതിനകത്ത് ഡിസ്ട്രിക്ട് വൈസും ഉണ്ട്. മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഓരോ മന്ത് ഡിസ്ട്രിക്റ്റിൽ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ആണ്, പബ്ലിക്കിന് എല്ലാം കിട്ടും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതിയുടെ വെബ്സൈറ്റിൽ പോയാൽ ഡാഷ്ബോർഡ് എന്നൊരു ലിങ്ക് കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ സാധനം കിട്ടും. എപ്പോൾ വേണോ എടുത്ത് നോക്കാം. അത് സെക്രട്ടറി ഉൾപ്പെടെ ഇന്ത്യയിലോ അമേരിക്കയിലോ എവിടെ പോയി നോക്കിയാലും ഇതേ കണക്ക് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കണക്കിന് നമുക്ക് അത് ഞാൻ പറഞ്ഞ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടൊരു വ്യക്തിയാണ്. ഇവനൊക്കെ വല്ല കേടുകൊണ്ടോ ഇതൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം, ഇവനൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണ്, ഒരുത്തനെയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനത്തിൽ ഞാൻ ഒരുപാട് സുഹൃത്തുക്കളും അതല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ വേർഡ്ത്തൊരു സൈറ്റ് കാണിക്കും. ഇത് ABDM ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഭാരത സർക്കാരിന്റെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈറ്റാണ് ABDM ന്റെ, അതായത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ സൈറ്റാണ്. ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രസക്തി ഉണ്ട്. കാരണം ഞാനതിപ്പോ കാണിക്കുമ്പോൾ സ്ക്രീൻ ലോഡായി വരട്ടെ. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് എന്നൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈറ്റിൽ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ കേരള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഇപ്പുറത്തെ സൈഡിൽ, അതായത് സ്ക്രീനിന്റെ ഏറ്റവും വലത് ഭാഗത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേഴ്സർ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ മൂവിങ് ടാബ് ഇരിക്കുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പകുതിക്ക് മുകളിലാണ്. കാരണം ഇന്ത്യയിലെ വിവിധ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഹെൽത്ത് സംവിധാനം ചെയ്യുന്നതിൽ പകുതിക്ക് മുകളിലാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളതാണ്. അപ്പം കേരളത്തിലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം പണ്ടത്തെ സാറ് പറഞ്ഞ ചീട്ടെഴുതി തുണ്ടിൽ കൊടുത്ത് കള്ളക്കണക്ക് എഴുതുന്നതല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഡേറ്റ സംസാരിക്കുന്ന ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. ഞാൻ ഇനി വീണ്ടും എന്റെ സ്റ്റൈലിലോട്ട് വരാം. അതിനകത്തല്ലേ 5844 എന്താ കാണുന്നത്? എന്തോ
ഇപ്പൊ കാണിച്ചതിനകത്ത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് 5844 എന്താണത്? സാർ അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് സാർ. അതായത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് എന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ കൊടുക്കുന്നത് അങ്ങനെയാണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കൊടുത്തത് അത് AHIMS ആക്കി മാറ്റാനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി കുറച്ച് അപ്പൊ ഇത്രയും ഞാൻ പോസിറ്റീവ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിർത്തും. കാരണം പോസിറ്റീവ് പറഞ്ഞ് ഇനി കുറച്ച് നെഗറ്റീവ് പറയാം. അപ്പോ ഇനി നെഗറ്റീവ്സ് ഇതൊക്കെയാണ്. നെഗറ്റീവ്സ് വെച്ചാൽ ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഈ അധികാര വികേന്ദ്രീകരണവും തുടർന്ന് വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മൾ ഒരുപാട് മരുന്ന് വാങ്ങിക്കാൻ പൈസ വാങ്ങിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നം വരുന്നത് സ്ക്രീൻ മാറിയ അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു പോവാം. അതായത് സ്ക്രീൻ വരട്ടെ, അതിപ്പോ ഞാൻ കാര്യം പറയാം. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴൊരു പ്രശ്നം, ഈ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ എന്ന് പറയും പല പഞ്ചായത്തുകാരും അവരുടെ എക്സ്പെൻഡിച്ചർ ആക്കാൻ വേണ്ടി മരുന്നിന് പൈസ കൂടുതൽ വയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ മരുന്ന് നമ്മളിൽ കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് ഒരു 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 തെറ്റായ രീതിയാണ്. കാരണം ആവശ്യമില്ലാതെ നമ്മൾ മരുന്ന് വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. ഈ മരുന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള സാധനമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ യൂട്ടിലൈസ് ചെയ്ത് മരുന്ന് വാങ്ങിക്കുന്നതിന് ഒരു അടുത്ത പ്രശ്നം. അപ്പൊ മരുന്ന് മാത്രം വാങ്ങിച്ചാൽ മതി. കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്റ്റുകൾ നമ്മൾ എത്ര ചെയ്യുന്നുണ്ട്? നമ്മൾ ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവ് എടുത്താലും അതല്ലെങ്കിൽ മറ്റൊരു പദ്ധതി എടുത്താലും എനിക്ക് സ്ക്രീൻ വിസിബിൾ ആയിട്ടുണ്ടാവണം. ഇല്ല, പഴയത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ വന്നു. ഓക്കെ. അപ്പൊ അതെ അതെ ഞാൻ പറയാം സാർ. അത് ഇപ്പൊ ഡോക്ടർ അന്ന് പറഞ്ഞു വന്നൊരു കാര്യം ഈ പ്രിസർവ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോഷ്യലൈസ്ഡ് മെഡിസിൻ ശരിക്കും ഹനുമാൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഗവൺമെന്റ് തന്നെ കോഴ്സ് നടത്തുകയും ക്വാളിഫൈഡ് ആൾക്കാരെ എടുക്കുകയും അവരെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും സൗജന്യമായിട്ട് മെഡിസിൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യലൈസ്ഡ് മെഡിസിൻ ഒരു ആശയം എന്ന് പറയുന്നത് ഹനുമാന്റെ കാലത്ത് ഒന്നാണ്. പക്ഷെ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ പ്രിസർവ് ഓഫ് ഹെൽത്ത് ഉള്ള കാര്യം അത് ഡോക്ടർ അനിൽ പറയുകയുണ്ടായി. അത് ഹോമിയോപ്പതി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആസ്പെക്ട് അത് തന്നെയാണ്, പ്രിസർവ് ഓഫ് ഹെൽത്ത് ആണ്. ഡയറ്റ് റെജിമിനെ കുറിച്ചും ഈ സൺലൈറ്റിനെ കുറിച്ചും വാക്കിങ്ങിനെ കുറിച്ചും ഒക്കെ ആദ്യം പറഞ്ഞ ഡോക്ടർ സാമുൽ ഹനുമാനാണ്. കോഹോസ്റ്റാണ്. ജസ്റ്റ് ഒരു കുറച്ച് കൺക്ലൂഡ് ചെയ്യാം സാർ. കുഴപ്പമില്ല, സമയം എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കമ്പ്യൂട്ടർ നെറ്റ് പോയതാണ്. ഇതിൽ പറയാം. ഞാൻ പറഞ്ഞ സാർ ആ സ്ലൈഡ് നിങ്ങൾ ആ സ്ക്രീൻ കണ്ടു കാണും. നമുക്ക് ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ സ്വന്തമായിട്ട് ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ 26 ടോയ്ലറ്റ് ഇല്ലാത്തവയാണ്. എന്തുകൊണ്ട് വന്നു? നമ്മൾ എവിടെയാണ് ഇത് ടാപ്പ് ചെയ്തത്? അധികാര വികേന്ദ്രീകരണവും പഞ്ചായത്ത് രാജ് ആക്ടും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും സ്വന്തമായിട്ട് ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥാപനങ്ങളുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ കണക്കാണ് മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നമുണ്ട്. ഈ ആക്ട് ഈ സാധ്യതകൾ എത്ര ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുറച്ചുകൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട സാധനമുണ്ട്. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ടോയ്ലറ്റ് നമുക്ക് നിർമ്മിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതല്ലായിരിക്കും ഇവിടുത്തെ പഞ്ചായത്തുകൾ. അത് വേണ്ട വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതോ ഇങ്ങനെ മതി എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തതാണോ ഇല്ലയോ നമ്മളൊന്ന് ആലോചിക്കേണ്ട സമയം കൂടിയാണിത്. അപ്പൊ ആ ഒരു രീതി അനാവശ്യമായി മരുന്ന് വാങ്ങിച്ച് കളയരുത്. പിന്നെ അർബൻ കെയറിൽ സാറ് വിജയൻ സാർ നടത്തിയ പ്രൊജക്ടിന്റെ ഒരു ഭാഗമായിട്ട് ഔട്ട്കം വന്നിരിക്കുന്ന സാധനം വെച്ചാൽ പലവരും ലാബ് നിർമ്മിക്കുന്നുണ്ട്. അത് ആ സ്ലൈഡ് ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് ലാബ്സ് ഉണ്ട്. പക്ഷെ ലാബ് ഉള്ളപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഈ നമ്മളിപ്പോ ട്രോപ്പോണിൻ ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റിന് എത്ര പേഷ്യന്റ് നമുക്ക് വരും? ആ പഞ്ചായത്ത് പൈസ തരുമായിരിക്കും. എന്ന് വെച്ചാൽ ആ പൈസ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ, അല്ലെങ്കിൽ ആ ടെസ്റ്റ് യഥാർത്ഥത്തിൽ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിലെ കേസിന് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് റിയേജന്റ് വാങ്ങിക്കാവും. ഇല്ലെങ്കിൽ പല റിയേജന്റ് എക്സ്പയർ ചെയ്യാവുന്നുണ്ട്. അപ്പൊ ഇത് പൂർണ്ണമായും കൃത്യതയോടുകൂടി കുറച്ചുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടെ നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ ഫുൾ യൂട്ടിലിറ്റിക്ക് വരാനായിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു പറയാൻ ഞാൻ പറയില്ല, കാടുകാർ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അറിവും കഴിവും വെച്ച് ഞാൻ പരിഹരിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കാം. തീർച്ചയായും ഈ ചർച്ച കേൾക്കാനായിട്ട് പലരെ ക്ഷണിച്ചിരുന്നു. പക്ഷെ അറിയാലോ, ബിഗിനിങ് വാസ് പ്രോമിസിങ്, കണ്ടിന്യൂഷൻ ഔട്ട്കം ഹോപ്പ്ലെസ് എന്നുള്ളതിലാണ്. അനിൽ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടു. അതായത് പറഞ്ഞതാണ് അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ പ്രിപ്പയർ ആയി പോകുക. ഇപ്പൊ അതായത് കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനവും ധാരാളം പേര് ഹോമിയോപ്പതി സ്ഥാപനങ്ങൾ കാണാൻ വരുന്നുണ്ട്. പള്ളിച്ചൽ ഡിസ്പെൻസറി വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ അടുത്തിടയ്ക്ക് വലിയ ഡിസ്പെൻസറി, അതായത് പല സംസ്ഥാന, അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ വരുമ്പോൾ ഡാറ്റാസ് ചോദിക്കും. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകണം. ഡോക്ടർമാർ മാത്രമല്ല, ഒരു ഡെവലപ്മെന്റ് ഓഫീസറെന്നോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് പല പല പേരുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ ദൗർഭാഗ്യങ്ങൾ അധികം പേര് പങ്കെടുത്തിട്ടില്ല. ദയവായിട്ട് എന്തെങ്കിലും ഡോക്ടർ അനിലിനോട് സംസാരിക്കാൻ എന്തെങ്കിലും ചോദിക്കേണ്ട ചോദിക്കാം. കാരണം ആ സബ്ജക്ട് അങ്ങനെ ഒരെണ്ണമാണ് സാർ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലൂടെ പാഷൻ ഉള്ളവർക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് വിജയൻ സാറിനെ കണ്ടപ്പോൾ നമുക്ക് ഒരു ഉൾപ്പളവ് ഉണ്ടായത് സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിന്റെ അപ്പുറമാണ്. എന്ന് വെച്ചാൽ ഈ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഈ ലെവലിൽ എത്തിച്ചതൊക്കെ അവരുടെ എഫേർട്ടാണ്. അപ്പൊ മറ്റുള്ളവർക്ക് ഇത് ചിലപ്പോൾ അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് വിഷയമാണെന്ന് തോന്നണമെന്നില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കേൾക്കാമോ? കേൾക്കാം സാർ. അതായത് നമ്മളിപ്പം ഹോമിയോപ്പതിക്ക് ധാരാളം പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ബേസിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും. അത് ഒരു പ്രോജക്റ്റ് ബേസ് ആയിട്ട് അതിൻ്റെ പ്രോബ്ലം സോൾവിങ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ഡീസെൻട്രലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് പോലെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ പ്ലാനിങ് ബോർഡിനോ? വിജയൻ സാറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഒരു ശ്രമം നടത്തിക്കൂടെ? നമ്മുടെ അനിലിന് തന്നെ ചെയ്യാൻ പറ്റും. യു ആർ മോസ്റ്റ് കോമ്പിറ്റന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു സാർ. എന്റെ ഒരു അഭിപ്രായം സാറേ, അത് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഡീസെൻട്രലൈസേഷൻ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്, നമുക്കിത് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്തിലെ ഓരോ ഡോക്ടർമാർ, ഇപ്പൊ ഞാൻ AJMS എന്ന സംവിധാനം പറഞ്ഞില്ലേ സാർ, അതിൽ ഏറ്റവും എങ്ങനെ ചെയ്തു? ഓരോ പഞ്ചായത്തുകാരും കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു കൊടുത്ത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഒരിടത്ത് എത്തത്തിൽ ഇത്രയും ഫണ്ട് നമുക്ക് അനുവദിച്ചും കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഡിസ്പെൻസറി ലെവലിൽ, അത് HR ആവട്ടെ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ എക്യുപ്മെന്റ്സ് ആവട്ടെ, ഇത് നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഇത് ആദ്യം ഉയർത്തണം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസ്, അത് ഇപ്പൊ വളരെ തുറന്നു പറയുവാണെങ്കിൽ ഇപ്പൊ 5 പേഷ്യന്റ് നോക്കിയാലും 50 പേഷ്യന്റ് നോക്കിയാലും ഒരു അക്കൗണ്ടബിലിറ്റി സ്വയം ഒന്ന് തോന്നിയിട്ട് അതെങ്ങനെ മെച്ചപ്പെടുത്താം. ഈ 5 പേഷ്യന്റ് അവിടെയുള്ള ചിലപ്പോൾ ട്രൈബൽ ഡിസ്പെൻസറിൽ 5 പേഷ്യന്റ് കാണുമായിരിക്കും. നേരെ മറിച്ച് ഒരു അർബൻ ഏരിയയിലോ അല്ലെങ്കിൽ പോപ്പുലേറ്റഡ് സ്ഥലത്ത് ഞാൻ 5 പേഷ്യന്റിനെ നോക്കുവാണെങ്കിൽ എന്റെ ഇമ്പാക്ട് പബ്ലിക്കിൽ എന്താണ് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇത് സ്വയം ചിന്തിച്ച് നമ്മൾ, അതായത് ഓരോ സർക്കാർ ഡിസ്പെൻസറിയുടെ സർവീസ് ലെവൽ മെച്ചപ്പെട്ടാൽ ആ പ്രദേശത്തെ ഹോമിയോപ്പതിയിലുള്ള താല്പര്യം മെച്ചപ്പെടും, ഹോമിയോപ്പതിയോടുള്ള ഒരു കാഴ്ചപ്പാട് മെച്ചപ്പെടും എന്നുള്ളത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ ഓരോ ഡിസ്പെൻസറിയും ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് പ്ലാൻ എന്ന് വെച്ചാൽ മിനിമം സ്റ്റാൻഡേർഡ്സ് പോലത്തെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ദ തിങ് ഷുഡ് ബി ഡൺ ഇൻ ദ ഗ്രാസ് റൂട്ട് ലെവൽ ഫ്രം ഈച്ച് ഡിസ്പെൻസറീസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ. എക്സാക്ട്ലി, കറക്റ്റാണ്. പക്ഷേ നമ്മുടെ ഡോക്ടേഴ്സിന് പലർക്കും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തതാണോ മനസ്സിലായിട്ടില്ലാത്തതാണോ എന്നറിയത്തില്ല. ഈ പ്ലാനിങ്ങിനാകുമ്പോഴത്തേക്ക് അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ അനിലെ പോലെയുള്ള ആൾക്കാർ അതിനകത്തൊരു എഫർട്ട് എടുത്താൽ കുറേ ഹോസ്പിറ്റലിനെ നമുക്ക് സ്റ്റാൻഡേർഡിലായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇപ്പോഴത്തുള്ള ഈ അവസരം ശരിക്കും യൂട്ടിലൈസ് ചെയ്താൽ. താങ്ക് യു സാർ. ഇപ്പൊ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നല്ല രീതിയിൽ ഒരുപാട് സാധനങ്ങൾ യോഗ സെന്റർ ഉൾപ്പെടെ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ബേസിക് പ്രോബ്ലംസ് 15ാം പഞ്ചായത്ത് ഒരു രേഖ തയ്യാറാക്കിയിട്ട് അപ്പൊ അതിനകത്ത് പറയുന്നത് ഈ സ്ഥാപനങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നൊരു വാക്കാണ് വെച്ചിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം വന്നത്. ശരിക്കും ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്കും പറ്റും. ഇപ്പൊ നമുക്ക് ചില ഡിസ്പെൻസറിൽ 3 സെന്റിൽ 2 സെന്റിൽ സ്ഥാപനങ്ങളുണ്ട്. ഒന്നിനും സ്ഥലമില്ല, നിന്ന് കയറിയ സ്ഥലമില്ലാത്ത പല സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നേരത്തെ അനിൽ ഡോക്ടർ പറഞ്ഞ പോലെ ടോയ്ലറ്റിന്റെ കാര്യം. ഇപ്പം കോട്ടയം ജില്ലയിലെ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്നപ്പോൾ ടോയ്ലറ്റ് ഉണ്ട്, പക്ഷേ ക്ലോസറ്റ് കൊണ്ട് വെറുതെ വെച്ചിരിക്കുകയായിരുന്നു, കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ആ ടാങ്ക് ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെ പിന്നെ പണിയിപ്പിച്ചു. അപ്പൊ എന്നിരുന്നാലും ആ ഒരു പ്രശ്നം. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആൾക്കാർ കൂടുതൽ പഠിച്ചിരിക്കുക എന്നുള്ളത്. അത്യാവശ്യം പത്രം വായിക്കുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കറിയാം, ഞാൻ ജോലി കുറ്റിച്ചൽ പഞ്ചായത്തിൽ എന്തെങ്കിലും മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ പോലും പ്രസിഡന്റ് അവിടുത്തെ മെമ്പർമാരെ സംസാരിക്കേണ്ട, ഡോക്ടർ പറയേണ്ടതെന്ന് വിളിക്കുമായിരുന്നു. നമ്മൾ ആ ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഇടപെടുന്ന രീതി, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള രീതിയൊക്കെ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അവസരം കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ
ഇതിൽ അറ്റൻഡൻസ് നോക്കി കയറാൻ പറയുന്നതിൽ ഖേദമുണ്ട്. ഞാൻ ഒരുപാട് പേരൊന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ കയറിയിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാലം അവർക്ക് മറുപടി കൊടുക്കുന്നു പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നും പറയാനില്ല. ഡോക്ടർ പ്രദീപ് ഉണ്ട്, നമ്മുടെ DMO ആണ്. പ്രദീപ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ധനേഷ് ഡോക്ടറെ, പ്രദീപ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഞാനിപ്പോ കോ ഹോസ്റ്റ് അല്ല, അതുകൊണ്ടാണ് കറണ്ട് പോയിവിടെ. അല്ല ഡോക്ടറെ, പ്രദീപ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് സാറിന്. ഉണ്ടോ? പ്രദീപ് ഹലോ, അൺമ്യൂട്ട് ചെയ്ത് കേൾക്കാവോ? സംസാരിക്കും. കേൾക്കാം. ഓക്കെ. കേൾക്കാം. പറഞ്ഞോളൂ. താങ്ക് യു ഡോക്ടർ മനോജ്. ഡോക്ടർ വിജയൻ സാറിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു, സ്വാഗതം കേൾക്കുകയായിരുന്നു. അതിനുശേഷം അനില് വളരെ വിശദമായി തന്നെ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയ നേട്ടങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് ചെയ്ത ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ഈ ജനകീയ ആസൂത്രണത്തിനെ ഉപയോഗപ്പെടുത്താൻ പറ്റി എന്ന് വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. 1996 മുതൽ തന്നെ ജനകീയ ആസൂത്രണം വന്ന മുതൽ തന്നെ ആ കാലം തൊട്ട് തന്നെ ഞാൻ ഈ ജനകീയാസൂത്രണ സമിതികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് പ്രാക്ടീസ് ആയിരിക്കുമ്പോൾ തന്നെ ഗ്രാമസഭകളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. 2003 സർവീസ് കയറുമ്പോൾ പലതരത്തിലുള്ള ഗ്രാമസഭകളിൽ ഈ ആസൂത്രണത്തിന്റെ വിവിധ മേഖലകളിൽ പഞ്ചായത്ത്, ബ്ലോക്ക് ലെവൽ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ അവസാനം DMO ആയപ്പോൾ ജില്ലാ പഞ്ചായത്ത് തലങ്ങളുള്ള വിവിധ തലങ്ങളിലുള്ള ആസൂത്രണ പ്രക്രിയകളിൽ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആയുഷ് വിഭാഗങ്ങൾക്ക് വളരെയധികം ഒരു മുഖമാറ്റം ഉണ്ടാകുന്നതിന് ജനകീയാസൂത്രണം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ 10,000 രൂപയുടെ മരുന്ന് വരും, ഡിപ്പാർട്ട്മെന്റ് ഫണ്ടാണ്, അത് മാത്രം ഉപയോഗിച്ചിട്ടുള്ള സമയത്ത് ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് ാക്കുന്ന രീതിയാണ്. ആ സമയത്ത് ആ പൈസ വകമാറ്റി ഒരു ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിനോ ആളുകൾക്ക് വെയിറ്റിംഗ് ഏരിയ നിർമ്മിക്കുന്നതിനോ നമ്മളെ മെഡിക്കൽ ഓഫീസർമാരായ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ ശ്രമിക്കാറുണ്ടായിരുന്നില്ല എന്നതും വ്യക്തമാണെന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് മെഡിക്കൽ ഓഫീസർമാർ നിരന്തരം ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മളൊരു സ്ഥാപനം സന്ദർശിക്കുമ്പോൾ അറിയാം അവിടുത്തെ പരാധീനതകൾ. അവിടെ കയറുവാൻ ഒരു 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 വികലാംഗനായ ഒരു വ്യക്തിക്ക് കയറുവാനുള്ള ഒരു സ്റ്റെപ്പ്, ഒരു പാതയില്ല. അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഇല്ല. അതുപോലെ മരുന്നുകൾ കൃത്യമായി സജ്ജീകരിക്കുന്നതിന് സ്ഥലമില്ല. ഞാനൊരു സ്ഥാപനത്തിൽ പോയപ്പോൾ മേശ തുറന്നപ്പോൾ അതിനകത്തൊരു സർപ്പം വരുന്ന ഒരവസ്ഥ കാസർഗോഡ് വെച്ച് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം അലക്ഷ്യമായി നമ്മുടെ ആളുകൾ നമ്മുടെ പ്രെമിസസിനെ കീപ്പ് ചെയ്ത സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാലഘട്ടം മാറി, എല്ലാവർക്കും നല്ല ഇരിപ്പിടങ്ങൾ കിട്ടി, നല്ല മെഡിസിൻ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ കിട്ടി. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മരുന്നുകൾ പ്രോജക്റ്റുകൾ എന്നതിലുപരി മറ്റ് പ്രോജക്റ്റുകൾ വേണമെന്ന് അവർ പറയാറുണ്ട്. നമ്മുടെ ഡോക്ടർമാർ ആ സമയത്ത് മിണ്ടാതിരിക്കുകയും കുനിഞ്ഞിരിക്കുകയാണ് പതിവ്. സ്പെഷ്യൽ പ്രോജക്റ്റുകൾ നടത്തിയ ഒത്തിരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്കുണ്ടായി. ഇപ്പൊ മനിൽ പറഞ്ഞ പോലെ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് വ്യത്യസ്തമായ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ കേരളത്തിലെ വിവിധ LSTDകൾ വ്യത്യസ്തമായ ഹോമിയോപ്പതി പ്രോജക്റ്റുകൾ അവതരിപ്പിച്ച് വിജയം കണ്ടെത്തിയതാണ്. ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്ന രീതിയിൽ പ്രിവെന്റീവ് മെഡിസിനും പാലിയേറ്റീവ് പ്രിവെന്റിനും അഭൂതപൂർവമായ ഫണ്ടാണ് ഈ ജനകീയാസൂത്രണം വഴി നമുക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർമാർ ഈ പറഞ്ഞ ഗ്രാമസഭകളിലും വികസന സെമിനാറിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള സജഷൻ നൽകുകയാണെങ്കിൽ ഹോമിയോപ്പതി സിസ്റ്റത്തിന്റെ ഒരു മുഖച്ഛായ മാറ്റുവാൻ ഇനിയും നമുക്ക് സാധിക്കും. അതിന് വേണ്ടുള്ള നിർദ്ദേശങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടാകണം. ഞങ്ങൾക്ക് പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെ പറ്റിയുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് അത്ര ട്രെയിനിങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് എങ്ങനെ ഒരു യുക്തമായ ഒരു പ്രോജക്റ്റ്, ജനോപകാരപ്രദമായ ഒരു പ്രോജക്റ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാമെന്നു പലർക്കും അറിയില്ല. അപ്പൊ അതിലൊക്കെ അതിന് ഇനിയും മുൻകൈ എടുക്കണം. പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ജനകീയ ആസൂത്രണം അതിന്റെ ഒരു പാർട്ടാക്കി, ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് തന്നെ ട്രെയിനിങ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും IFPH ഇത്തരം ഒരു സെമിനാർ സംഘടിപ്പിച്ചതിന് ഇതിന്റെ ഭാരവാഹികളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പരീസാറ് ഉണ്ട്, നമ്മുടെ ഒരു ഹോമിയോപ്പതി സ്നേഹിയാണ്. അദ്ദേഹത്തിന്റെ പല മീറ്റിങ്ങുകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും IFPHന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടി അവതരിപ്പിച്ച വിദ്യാലയ സാറിനും അനിൽ SKക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. സന്തോഷം, നന്ദി പ്രദീപ് ഡോക്ടർക്ക്. സാറ് സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. കൊല്ലം ജില്ലയിൽ DMO ആയി പ്രവർത്തിച്ചിരുന്ന സമയത്ത് സ്ഥാപനങ്ങളെല്ലാം സാറ് സന്ദർശിക്കുന്ന പതിവുണ്ട്. അപ്പൊ അവിടുത്തെ എല്ലാം പോരായ്മകളും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കണ്ടറിഞ്ഞാണ് സാറ് ഈ വാക്കുകളൊക്കെ പറഞ്ഞത്. വളരെ സന്തോഷം. പിന്നെ ഡോക്ടർ എബ്രഹാം ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ, കാണുന്നില്ല ഇപ്പോ. ഡോക്ടർ ഉണ്ടോ?
വൈദ്യർ ഡോക്ടറെ സംസാരിക്കുക. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. എന്താണ് പറയാനുള്ളത് വൈദ്യർ ഡോക്ടർ? ഡോക്ടർ അനിൽ എസ്.കെ ഡിപ്പാർട്ട്മെന്റില് വന്നതിന് മുമ്പ് തന്നെ, അതായത് ഔദ്യോഗിക വരുന്നതിന് മുമ്പ് തന്നെ വളരെ ആക്റ്റീവായിട്ട് ചെയ്തായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് വളരെ നല്ല ആശയങ്ങൾ, കമ്പ്യൂട്ടറൈസേഷൻ എല്ലാം കൊണ്ടുവന്ന് വളരെ വിപുലമായിട്ട് വന്നു എന്ന് നല്ല കാര്യം ഓർക്കുന്നു. എന്ന് ഞാൻ ഇപ്പോഴും അദ്ദേഹം ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് വന്നപ്പോൾ നമ്മളെ ഈ എന്തുകൊണ്ട് ഡോക്ടർമാർ നല്ല നല്ല പ്രോജക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പറയുമ്പോഴേ ഉള്ള അനുഭവം വെച്ച് പറഞ്ഞാൽ, നമ്മൾ പുതിയ ആശയത്തോടു കൂടി ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. ഇപ്പം ഉദാഹരണം, ഞാൻ കൊല്ലം ജില്ലയിൽ ഒരു സ്ഥാപനത്തിൽ ഇരുന്നപ്പോൾ ഹോമിയോപ്പതി കുറച്ച് ഫണ്ട് കിട്ടി. പിന്നെ ഈ എല്ലാം തീരാറായപ്പോഴത്തേക്ക് കുറച്ച് ഫണ്ട് എക്സസ് വന്നു. 5 ലക്ഷം രൂപ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി പ്രോജക്റ്റ്, അതെടുക്കാൻ ആരുമില്ല. അതിന് മുമ്പിലത്തെ വർഷങ്ങളിൽ പിന്നെ ആയുർവേദക്കാരെണ്ണങ്ങൾ ചെയ്തത്, ആയുർവേദക്കാർ കുറച്ച് കുഴമ്പും എണ്ണയൊക്കെ കൊടുത്ത് ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് അത് ഒക്കെ ചെയ്തു. ഇപ്പം ഈ വർഷം ഞാൻ നിന്ന വർഷം അതെടുക്കാൻ ആരുമില്ല. ആ സാഹചര്യത്തിൽ ഞാൻ കയറിയേറ്റു 5 ലക്ഷം രൂപ ഞാൻ ചെലവാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പുതിയൊരു ആശയമായിട്ട് നടപ്പിലാണ്. വൃദ്ധരോഗികൾക്ക് നടന്നു വരാൻ പ്രയാസമുണ്ട്, പലപ്പോഴും സ്ഥാപനത്തിൽ എത്താൻ പ്രയാസമുണ്ട്. അപ്പൊ അവർക്ക് മരുന്നുകൾ വീട്ടിൽ തന്നെ കിട്ടത്തക്ക രീതി. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, നമ്മുടെ ഫാർമസിയിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കുറച്ച് പിന്നെ ഇവരുടെ വൃദ്ധജനങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഒന്ന് രണ്ട് എണ്ണയൊക്കെ ചേർത്ത് ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു, പഞ്ചായത്തുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നടപ്പിലാക്കുന്നതിന്റെ ഈ ഭാഗമായിട്ട് ഓരോ വാർഡ് മെമ്പർമാരും ഗുണഭോക്താക്കൾ ലിസ്റ്റ് തരാൻ വേണ്ടി എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തു, എല്ലാം പ്രിന്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് എനിക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി, മറ്റു വയസ്സിൽ പോയി. പിന്നെ വന്ന ഡോക്ടറെ അത് നടപ്പിലാക്കിയപ്പോൾ പിന്നെ ഒരുപാട് വീഴ്ച വന്നു. അത് ബാക്കിയുള്ളത് താല്പര്യമില്ല. ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം വ്യാജന്മാരായി പോകും എന്നൊരു തെറ്റിദ്ധാരണ വന്നത് കൊണ്ട് ഇത് ഈ ഉദ്ദേശ രീതിയിലൊന്നും ഇത് ഫലപ്രദമാകാൻ പറ്റിയില്ല. ഞാൻ അവിടുന്ന് പോയപ്പോൾ, ഞാൻ വേറെ തൃശ്ശൂർ ജില്ലയിൽ പോയി, അവിടെ CM ആയിട്ട് പോയപ്പോൾ അവിടെ ഒരു ഡോക്ടർ അടുത്ത ഒരു പ്രോജക്റ്റ് എഴുതി 10,000 രൂപയേ ഉള്ളൂ, പ്രോജക്റ്റ് എഴുതി വെച്ചേക്കുന്നു. അത് നടപ്പിലാക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആ ഡോക്ടർക്ക് നല്ലതായിട്ട് ആശയമുണ്ട് എങ്ങനെ നടപ്പിലാക്കണം. അതായത് പിന്നെ ഞാൻ പറഞ്ഞു പോയി, ഈ കുട്ടികളുടെ ഈ പഠന വൈകല്യമൊന്നുമല്ല, അതിനപ്പുറമായിട്ട് വേറെ നമ്മുടെ ശ്രീകുമാർ ഡോക്ടർ കോട്ടയത്ത് ചെയ്ത പോലെ ഉള്ള ഒരു പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ്. ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസമാണ്. പിന്നെ ഈ ഗുണഭോക്തൃ എല്ലാം ഒരുപാട് പ്രയാസമാണ്. അങ്ങനെ ആയപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യും, തീർത്തേ പറ്റത്തുള്ളൂ. ഒരു വ്യാജ പ്രോജക്റ്റ് ഉണ്ട്, അത് തെറ്റായിട്ട് നടപ്പിലാക്കി. കാണിച്ചാൽ ആകർഷകമായിട്ട് നല്ല കാര്യങ്ങളെല്ലാം ഫയൽ വെച്ച് നടപ്പിലാക്കിയായിട്ട് കാണിച്ചിട്ട് അപ്പൊ അത് കയ്യടി കിട്ടുന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. എന്നാൽ ആ ഫണ്ട് വന്നപ്പോൾ ഈ ഫണ്ട് ഞാൻ വെട്ടിച്ചില്ല. ഈ ഫണ്ട് കൊണ്ട് അടുത്ത വർഷം പ്രോജക്റ്റ് അംഗീകരിക്ക് കിട്ടാതെ ഒരു ഡയബറ്റിക് പ്രോജക്റ്റ് നടപ്പിലാക്കി. ഡയബറ്റീസുകാർക്ക് പൂർണ്ണ സുഖം കിട്ടുമെന്നുള്ള അവകാശപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് ആകർഷകമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു, എല്ലാം ചെയ്തു, നല്ല ബ്രോഷറും ഫയലും എല്ലാം ചെയ്തു. ഇതിന് നല്ല നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ അതിന് ഫണ്ടൊന്നും ഉപയോഗിച്ചില്ല, പഞ്ചായത്ത് ഫണ്ടേ ഉപയോഗിച്ചിട്ടില്ല. ഇല്ലാതെ മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ കാശ് കൊണ്ട് കയ്യിൽ എടുത്തത് തെറ്റായിട്ട് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇതാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നല്ല നല്ല പ്രോജക്റ്റുകൾ നടപ്പിലാക്കാത്തത് എൻ്റെ അഭിപ്രായം. രണ്ടാമത്, ഒരു പ്രോജക്റ്റ് വരുമ്പോൾ നടപ്പിലാക്കിയപ്പോൾ ആ ന്യൂനതകൾ, വീഴ്ചകൾ പഠനം നടത്താൻ ആരും തയ്യാറാക്കുന്നില്ല. ഉദാഹരണം, ആലപ്പുഴ ജില്ലയിലെ സുനാമിക്ക് ശേഷം നമ്മുടെ സ്കൂൾ ഹെൽത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ പോലെ ഒരു പ്രോജക്റ്റ് എൻ്റെ സുഹൃത്ത് ഡോക്ടർ നടത്തി. നല്ല റിസൾട്ട് കിട്ടി, നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു. അത്
ഡോക്ടർ എംഒമാരെ കിട്ടാത്തത് കൊണ്ട് പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ എടുത്ത് അവർക്ക് ഡെയിലി ബേസിസ് കാശ് കൊടുത്ത് നടത്തി. അങ്ങനെ നല്ല നടത്തി എല്ലാ ഫയലുകളും സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഓഡിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ ഇത് എല്ലാം പ്രോപ്പറായിട്ട് ഇപ്പം ഡോക്ടർ അപ്പം മാറിപ്പോയി, ഞാൻ ചെയ്തത്. അപ്പം ഇവര് ഓഡിറ്റർ വേണ്ട കാര്യം ചെയ്ത് അവർ റിപ്പോർട്ട് എഴുതി വെച്ചു, ഇത് TA വാങ്ങിക്കാൻ വേണ്ടി നടത്തിയ പ്രോജക്റ്റ് ആണെന്ന് എഴുതി വെച്ചു. പിന്നെ അതിന് മറുപടി ഞാൻ കൊടുത്ത് നല്ല ഓഡിറ്റർമാരെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എഴുതി വെച്ചു. എന്നാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ അതിലും ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കണ്ടെത്തി. ഇതൊക്കെ എഴുതി കൊടുത്ത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരു വലിയ പ്രോബ്ലം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് പിന്നെ ഹോമിയോപ്പതി ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരാള് ഡോക്ടറെ ചുരുക്കി പറയണേ, സമയം അവസാനിപ്പിക്കാം. നമ്മുടെ ഇപ്പൊ കുറച്ച് മാറ്റം ഉണ്ട്, എന്നാലും പറയുവാൻ ഒരു ഡോക്ടർ ഒരാളൊരു പ്ലെയിൻ ഉണ്ടാക്കിയപ്പോൾ, പണ്ടത്തെ ചൈത്ര സഹോദരമായ പ്ലെയിൻ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പുതിയ വേർഷനാണ് പിന്നെ വന്നത്. ഇപ്പോൾ നമ്മുടെ ഹോമിയോപ്പതിയിലെ ഓരോരുത്തരും പിന്നെ പുതിയ ആദ്യം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നു, കണ്ടിന്യൂറ്റി ഇട്ടത് പഠനങ്ങൾ നടത്തുന്നില്ല. R&D ആണ് ഏറ്റവും ശക്തമായിട്ട് വരേണ്ടത്. ഇതിനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വൈദ്യർ ഡോക്ടറെ, അനിൽ SK ഡോക്ടർ ഇതെല്ലാം കേട്ടാണോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഡോക്ടർമാർക്ക് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമെന്നും വിചാരിക്കുന്നു. പിന്നെ അതുകൂടാതെ എനിക്ക് പറയാനുള്ളത്, ഡോക്ടർ പറയുന്ന കണക്ക് ഒരു നല്ല ഡോക്ടറായിട്ട് പ്രവർത്തിച്ച എല്ലാ പഞ്ചായത്തുകാരും എത്ര പൈസ വേണമെങ്കിലും ഏത് പ്രോജക്റ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ 2020 അന്ന് അധികം ഈ പാലിയേറ്റീവ് കെയർ ഒന്നും നടത്താത്ത ഒരു സമയത്ത്, ഒരു 2019 സമയത്തൊക്കെ, 20 കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞ ഉടനെയൊക്കെ ഒരു പുതിയ പ്രോജക്റ്റ് പാലിയേറ്റീവ് കെയർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കിടപ്പ് രോഗികളെ പരിശോധിക്കാൻ അതിന് പഞ്ചായത്തിൽ നിന്ന് തന്നെ വണ്ടി അനുവദിച്ചു തരികയും അതിനുള്ള ചെലവെല്ലാം വഹിക്കുകയും പുതിയൊരു പ്രോജക്റ്റ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മൾ ചാത്തന്നൂർ പഞ്ചായത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് പഞ്ചായത്തിലെ എല്ലാവരും, വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ, പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് ഫണ്ടൊക്കെ കിട്ടുന്നത് കൊണ്ട് ഒരുപാട് ഡിസ്പെൻസറികൾ ക്യാഷ് അക്രഡിറ്റേഷനും ഇപ്പോൾ NABH അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നിട്ടുണ്ട്. കല്ലുവാതുക്കൽ ഡിസ്പെൻസറി ഇതുപോലെ ക്യാഷ് അക്രഡിറ്റേഷൻ സ്ഥാനത്തേക്ക് ഉയർത്താൻ പഞ്ചായത്തിൽ നിന്നൊക്കെ ആവശ്യം പോലെ ഫണ്ട് അവരനുവദിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കും അതിന്റെ ഒരു ഭാഗവാക്കാകാനും കഴിഞ്ഞു. ഈ പഞ്ചായത്തി രാജ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഡോക്ടർമാർക്ക് പ്രോജക്റ്റുകൾ തയ്യാറാക്കാനുള്ള പ്രോബ്ലം, പണ്ട് കിലയിലൊക്കെ നമ്മൾ എപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ വിടുമായിരുന്നു. തൃശ്ശൂര്, പിന്നെ കൊട്ടാരക്കര ഒക്കെ കിലയിൽ ട്രെയിനിങ്. ഇപ്പൊ അത് കുറവാണെന്ന്. IMG ട്രെയിനിങ് ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ആ ട്രെയിനിങ്ങുകളില്ലേ അനിൽ ഡോക്ടറെ? മേഡം, കഴിഞ്ഞ വർഷം തൊട്ട് ഇപ്പം കുറവാണ്, അല്ലാതെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ട്രെയിനിങ് കുറയും. 2 വർഷമായിട്ട് ട്രെയിനിങ് കുറവാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പറയുന്നതിന് വേണ്ടി ഫരീദ് ബാവഖാൻ സാറിനെ ക്ഷണിക്കാം. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം സാർ. ഗുഡ് ഈവനിങ്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചുരുക്കാണ്. ഞാനും പിന്നെ വിനയൻ സാറുമായിട്ട് പല രംഗങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ഇൻവോൾവ്മെൻറ്റ് ടോട്ടലായിട്ട് അറിയാം. ഞങ്ങൾ പിന്നെ ഒരു പുരാ പ്രോജക്റ്റിൽ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം ഡൽഹിയിൽ ചെന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഞാൻ SIRD ഡയറക്ടർ ആയിരിക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒന്ന് മോഡേണൈസ് ചെയ്യാനായിട്ടും അത് ഇന്നത്തെ സ്ഥിതിയിലാക്കാനും അദ്ദേഹം 2-3 ദിവസം അവിടെ വന്ന് താമസിച്ചുകൊണ്ട് ഡോക്ടർ MA ഉമ്മൻ സാറുമായിട്ട് വന്നിരുന്നു. ശരിക്കും അതിനകത്ത് നല്ലൊരു എഫർട്ട് എടുക്കുകയും അതിന് ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ പറ്റും. അദ്ദേഹം ഈ പ്ലാനിങ്ങിൽ നല്ലൊരു വിദഗ്ധൻ തന്നെയാണ്. പ്ലാനിങ്ങിലും അത് ഇംപ്ലിമെൻറ്റേഷനിലും വളരെ സിൻസിയറായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ശരിക്കും വായിക്കുകയും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അദ്ദേഹം
എനിക്ക് വളരെയധികം അടുപ്പമുള്ള ആളാണ്. എൻ്റെ ഒരു സഹോദരനെ പോലെയുള്ള ഒരു അടുപ്പമാണ്. ഞാനിത് കൂടുതൽ പറയുന്നില്ല. ഞാനിതിൽ ഇപ്പം സമയം പോയതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അദ്ദേഹം എന്നോട് ഇത് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു 9:30 ആകുമ്പോൾ ഞാൻ പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പ്രസൻറ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞ്, പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ അനിലിനെ സംബന്ധിച്ച് നമ്മളൊന്നും പറയേണ്ടതില്ല. ശരിക്കും അദ്ദേഹം ഇതിന് കലക്കി കുടിച്ചതാണെന്ന് പറഞ്ഞതിലെ ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നന്ദിയല്ല പറയുന്നത്, അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തി ഒരു പ്രോഗ്രാം കൊടുക്കണം. അതായത് ഈ പ്രോജക്റ്റിൽ വന്നിരിക്കുന്ന, പ്ലാനിങ്ങിൽ വന്നിരിക്കുന്ന തയ്യാറാണ് പലപ്പോഴും ഈ കണ്ടിന്യൂറ്റി ഇല്ലാതെ വരികയും അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതെ വരികയും ചെയ്യുന്നതെന്നുള്ളതാണ്. ശരിക്കും ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഇതിന്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ട്രെയിനിങ്ങും മറ്റേ മോണിറ്ററിങ്ങും ഒക്കെ ഹൈ ലെവലിൽ മാത്രം പോരാ, എല്ലാവർക്കും ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഡോക്ടർ അനിൽ ഇത് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ടോട്ടലായിട്ട് നമ്മുടെ കുറേ സെലക്റ്റീവായിട്ട് കുറേ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തിട്ട് അതിനകത്ത് അവരുടെ ഡോക്ടേഴ്സിനെ ഒന്ന് പിന്നെ എംപവർ ചെയ്യണം ഇതിനകത്ത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സംഗതി. തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും വരികയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യാമെന്ന്. ഡോക്ടർ മനോജിനെ ഇപ്പം കാണുന്നില്ല. അദ്ദേഹം എന്തോ തകരാറിൽ ടെക്നിക്കൽ ഇഷ്യൂല മനസ്സിലായി. അപ്പം അദ്ദേഹം ഈ കാര്യങ്ങൾ പൊതുവായിട്ട് പഞ്ചായത്ത് രാജ് എന്നല്ല ഓരോ കാര്യങ്ങളും ഇന്നലെ നമ്മൾ കണ്ട മോഹൻദാസ് സാറിൻ്റെ പരിപാടിക്കൊക്കെ ആണെങ്കിലും ഈ ഇങ്ങനെയുള്ള ജനറൽ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റും അതിൻ്റെ ഒരു ടീം വർക്കിനെ അത് ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിന് അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി പറയുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് ഇനി പേരെടുത്ത് പറയാനുള്ള സമയം ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിലെല്ലാവരും പങ്കെടുത്ത ആൾക്കാരും ഇതിൽ ഇപ്പം തന്നെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം എണ്ണുന്നില്ല. അത് സാധാരണ നമ്മൾക്ക് വരുന്ന ഒരു വരാണ്. ഇപ്പോൾ യൂട്യൂബ് വരുമ്പം അപ്പോൾ അന്ന് വിജയൻ സാറിനോടും മോഹൻദാസ് സാറിനോടും ഞാനന്ന് പറഞ്ഞിരുന്നു, പാർട്ടിസിപ്പൻസ് നേരിട്ട് കുറവാണെങ്കിൽ പോലും യൂട്യൂബ് വരുമ്പോഴത്തേന് ഞങ്ങൾ ഇത് ഭയങ്കരമായിട്ട് റീച്ച് അങ്ങ് എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് തള്ളലൊന്നും വിചാരിച്ചാലും തിരക്കില്ല, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. നമ്മുടെ മനോജ് ഡോക്ടറുടെ നെറ്റ് പോയത് കൊണ്ട് തൽക്കാലം ഞാനാണ് ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. പരീത് ബാവ ഖാൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ പ്രദീപ് സാർ ഉണ്ടായിരുന്നു, സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.